الحمد لله رب العالمين، والصلاة والسلام على رسول الله محمد صلى الله عليه وسلم وعلى آله وأصحابه وبارك وسلم تسليما كثيرا أما بعد. اللهم ألهمنا مراشد أمورنا وأعذنا من شرور أنفسنا ومن سيئات أعمالنا. اللهم ألهمنا مراشد أمورنا وأعذنا من شرور أنفسنا ومن سيئات أعمالنا. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. أولم نعمركم ما يتذكر فيه من تذكر وجاءكم النذير. وقال النبي صلى الله عليه وسلم: ما منكم من أحد إلا سيكلمه ربه ليس بينه وبينه ترجمان ولا حجاب يحجبه فينظر أيمن منه فلا يرى إلا ما قدم من عمله وينظر أشأم منه فلا يرى إلا ما قدم وينظر بين يديه فلا يرى إلا النار تلقاء وجهه فاتقوا النار ولو بشق تمرة أو كما قال عليه الصلاة والسلام. ബഹുമാനമുള്ള മുഅ്മിനീങ്ങളുടെ സഹോദരന്മാരെ, സ്നേഹിതന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ വിശുദ്ധനെ കബൂലാക്കുമാറാകട്ടെ. നമ്മുടെ എല്ലാ തിന്മകളെയും നന്മകളാക്കാൻ പടച്ചവൻ ഇരുത്തത്തെ കാരണമാക്കുമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നമുക്ക് നബിയാക്കി നമ്മളെ അനുഗ്രഹിച്ചു. അവസാനത്തെ നബിയുടെ ഉമ്മത്തികളാവാൻ ഭാഗ്യപ്പെട്ടു. അല്ലാഹു തആല ചെയ്ത വലിയ നിഅമത്താണ്, വലിയ അനുഗ്രഹമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഏറ്റവും മോശക്കാരായ മനുഷ്യത്വം മരവിച്ചുപോയത് മൃഗതുല്യരായി ജീവിച്ചവർ, തമ്മിൽ കലഹങ്ങളും പ്രയാസങ്ങളും ഉണ്ടാക്കിയവർ, അങ്ങനത്തെ ഒരു ജനതയിലേക്കാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരുന്നത്. വല്ലദീ ബഅസ ഫിൽ ഉമ്മീന റസൂല. ഉമ്മീന എന്ന് പറഞ്ഞാൽ എഴുത്തുവായന അറിയില്ലെന്ന് മാത്രമല്ല, എഴുത്തുവായന അറിയില്ല, വിദ്യാഭ്യാസമില്ല, അങ്ങനെ ഇച്ഛകൾക്ക് ജീവിക്കുന്ന ആൾക്കാർ, മൃഗതുല്യരായി ജീവിക്കുന്ന ആൾക്കാർ. മൃഗത്തിന്റെ പ്രത്യേകതയ്ക്ക് പ്രത്യേകിച്ച് ഉസൂലുകളൊന്നുമില്ല. എന്റെ യജമാനന്റെ മാത്രമേ തിന്നാൻ പറ്റുള്ളൂ, അപ്പുറത്തെ പറമ്പത്ത് തിന്നാൻ പാടില്ല, അങ്ങനെ പറഞ്ഞത്. പശുവിനെ കഴിച്ചിട്ടു, അപ്പുറത്തെ ഈ പുല്ല് തിന്നു, അവിടുത്തെ പുല്ല് തിന്നു, നെല്ല് തിന്നു, കൂടെ തിന്നു, ഒറ്റ തിന്നു. അതിന് അതിനൊന്നും ഒരു പ്രശ്നമില്ല. അതിലൊക്കെ കിട്ടിയില്ലെങ്കിൽ തന്നെ പറഞ്ഞു കിടക്കും. ഇണചേരൽ ഇതിന് പ്രത്യേകിച്ച് നിബന്ധനൊന്നുമില്ല, ഒരു നിബന്ധനയില്ല മൃഗത്തിന് ഇണചേരലിന്. ഇങ്ങനെ മൃഗീയമായി ജീവിച്ചവർ, എന്ത് സമ്പാദ്യ മാർഗത്തിന് പ്രത്യേകിച്ച് ഉസൂലുകളൊന്നുമില്ല. എങ്ങനെയെങ്കിലും പൈസ ഉണ്ടാക്കണം, കൊള്ളയാക്കില്ല, കൃഷിയാക്കില്ല, വിവാഹം അത് പ്രശ്നമല്ല, വിചാരമാണ്. ഇങ്ങനെ ജീവിച്ച മനുഷ്യരിലേക്കാണ് റസൂലുള്ളാഹി തങ്ങൾ വരുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരെ പരിശ്രമിച്ചു, അവരെ പണിയെടുത്തപ്പോൾ അതിൻ്റെതായ പ്രയാസങ്ങളുണ്ടായി. വലിയ വലിയ ബുദ്ധിമുട്ടുകൾ സഹിക്കേണ്ടി വന്നു, പ്രയാസങ്ങൾ സഹിക്കേണ്ടി വന്നു. പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉത്തമമായ അഖ്ലാഖ്, തങ്ങളുടെ ഏറ്റവും നല്ല സ്വഭാവം ആ ജനങ്ങളുടെ ഹൃദയങ്ങളെ കീഴടക്കി. ഇസ്ലാം സത്യത്തിൽ സ്വഭാവത്തിലൂടെയാണ് പരക്കുക. സ്വഭാവം ഏറ്റവും പ്രധാനപ്പെട്ട അമൽ സ്വഭാവമാണ്. നാളെ മഹ്ശറയിൽ ത്രാസിൽ, മീസാന്റെ ത്രാസിൽ ഏറ്റവും കനം കൂടിയ അമൽ ഏതാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിച്ചപ്പോൾ തങ്ങൾ പറഞ്ഞു, ഹുസ്നുൽ ഖുൽഖ്, സൽസ്വഭാവമാണ്. ഏറ്റവും നല്ല സ്വഭാവം, ഏറ്റവും നല്ല കനുള്ള അമൽ സൽസ്വഭാവമാണ്. നല്ല സ്വഭാവം, നല്ല പെരുമാറ്റം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ മനുഷ്യരെ ശരിയാക്കാൻ
വലിയൊരായുധം സ്വഭാവമായിരുന്നു. ഖുർആൻ തന്നെ പറയുന്നത് വലൗ കുന്ത ഫദ്ദൻ ഗലീദൽ ഖൽബി ലൻഫദ്ദു മിൻ ഹൗലിക, നബിയെ തങ്ങളൊരു കഠിന ഹൃദയനായിരുന്നെങ്കിൽ ലൻഫദ്ദു മിൻ ഹൗലിക, തങ്ങളുടെ ചുറ്റും ഈ ആൾക്കാർ ഒരിക്കലും കൂടുമായിരുന്നില്ല. തങ്ങളുടെ ചുറ്റും ഈ ആൾക്കാർ കൂടുമായിരുന്നില്ല. തങ്ങൾ അത്ര നല്ല സ്വഭാവത്തിന്റെ ഉടമയായിരുന്നു. ആ അഹ്ലാഖ് വെച്ച് ഈ ഉമ്മത്തിൽ പണിയെടുത്തു. തങ്ങളെ ഉപദ്രവിച്ചവരുണ്ട്. ومنهم من شتمه ومنهم من ضربه ومنهم من حثى عليه التراب. അവരിൽ ചില ആൾക്കാർ തങ്ങളെ ചീത്ത വിളിച്ചു. ومنهم من ضربه, തങ്ങളെ ഉപദ്രവിച്ചവർ. ومنهم من حثى عليه التراب, അവരിൽ ചില ആൾക്കാർ തങ്ങളുടെ മേൽ മണ്ണ് വാരിയിട്ടു. ومنهم من دخل على وجهه, അവരിൽ ചില ആൾക്കാർ പുണ്യ മുഖത്തേക്ക് തുപ്പിയവരുണ്ടായിരുന്നു. അപ്പോഴും സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തങ്ങളുടെ ഉത്തമമായ അഖ്ലാഖോട് കൂടി അവരെ നേരിട്ടു. ഒരു സഹാബി പറയട്ടെ, ഞാൻ ഇസ്ലാമാവുന്നതിന് മുമ്പ് മക്കയിൽ ഒരു നിലാവുള്ള രാത്രിയിൽ ഒരാളിനെ ഞാൻ ആൾക്കൂട്ടം കണ്ടു. ഞാൻ പോയി നോക്കി എന്താ ആൾക്കൂട്ടം. ഒരാളെന്തോ അവരോട് സംസാരിക്കുകയാണ്. അതിനിടയിൽ ഒരാള് ചന്ദ്രനെ പോലുള്ള മുകളിൽ ഒരാളുണ്ടായിരുന്നു, പ്രകാശിക്കുന്ന. അദ്ദേഹത്തിന്റെ മുഖത്തേക്ക് തുപ്പി. ആ മാന്യനായ ആള് അദ്ദേഹത്തിന്റെ കൈകൊണ്ട് അതിനെ വഴിച്ചിറക്കുന്നത് ഞാൻ കണ്ടു. പിന്നീടാണ് എനിക്ക് മനസ്സിലായത് അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളായിരുന്നു. പ്രകോപിതനായില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉത്തമമായ സത്സ്വഭാവത്തിന്റെ പൂർത്തീകരണത്തിന് വേണ്ടി അയാളെ എന്നെ അയക്കപ്പെട്ടത് എന്ന് നബി ശാസ്ത്രങ്ങൾ പറഞ്ഞു. അത് നമ്മൾ പൂർത്തിയാക്കി. നല്ല പെരുമാറ്റം, നല്ല ഇണക്കം, കൂട്ടിപ്പിടിക്കൽ. താഴ്ന്ന ജനങ്ങൾ എറിഞ്ഞു. തങ്ങളുടെ കാലിൽ നിന്ന് രക്തമൊലിക്കാൻ തുടങ്ങി. ഒരു സ്ഥലത്ത് തങ്ങളെ ഇരിക്കാൻ അവർ അനുവദിച്ചില്ല. തങ്ങളെ തള്ളിവിട്ടു. മുന്തിരിത്തോട്ടത്തിൽ വന്നിരുന്നു. ആരുടെയാണ് മുന്തിരിത്തോട്ടം? മക്കയിലെ രണ്ട് ശത്രുക്കളായിരുന്ന റബിയ എന്ന് പറയുന്ന ആളുടെ രണ്ട് മക്കൾ, റബിയയുടെ മക്കളായ ഉത്ബയുടെയും ഷൈബയുടെയും തോട്ടമായിരുന്നു. ആ സമയത്ത് അവർ ആ തോട്ടത്തിലുണ്ട്. അവർ മക്കയിൽ നിന്ന് തങ്ങളുടെ ശത്രുക്കളാണ്. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തോട്ടത്തിലിരിക്കുന്ന അവശനായി, കാലിൽ നിന്ന് രക്തമൊലിച്ച് അവശനായി ഇരിക്കുന്നത് കണ്ടിട്ട് അവരുടെ ഹൃദയം അലിഞ്ഞുപോയി. അവരൊരു കൊട്ടയിൽ മുന്തിരി പറിച്ചിട്ട് അദ്ദാസ് എന്ന് പറയുന്ന അവരുടെ ഒരു അടിമണ്ടായിരുന്നു. അടിമന്റെ കയ്യിൽ വശം കൊടുത്തയച്ചു. അവിടുത്തെ ദൂരത്ത് നോക്കിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിനെപ്പറ്റി ചോദിച്ചത് ആരാണ്, എന്താണ് കാര്യങ്ങളൊക്കെ ചോദിച്ചപ്പോൾ ഇന്നാളതാണ് എന്നൊക്കെ പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിൽ നിന്ന് മുന്തിരി എടുത്ത് ബിസ്മില്ല എന്ന് പറഞ്ഞ് കഴിച്ചു. അത് കേട്ടപ്പോൾ തന്നെ അദ്ദാസിന്റെ മനസ്സാകെ മാറി. ഈ വചനം പടുതല കേട്ടിട്ടില്ല. എന്താണ് ഈ വചനം? ബിസ്മില്ല. ബിസ്മില്ലാത്തവരുടെ എന്തൊക്കെയാണ് ഒരു കേൾക്കുന്നത്? ബിസ്മില്ല. അദ്ദാസിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, നിന്റെ പേരെന്താണ്? അദ്ദേഹം പറഞ്ഞ അദ്ദാസാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, നീ ഏത് നാട്ടുകാരാണ്? അദ്ദേഹം പറഞ്ഞ നീനുവക്കാരനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഓ എന്റെ സഹോദരൻ യൂനുസുബിന് മത്തന്റെ നാട്ടുകാരനാണല്ലേ. യൂനുസുബിന് മത്താൻ കണ്ടപ്പോൾ അദ്ദാസ് ആകെ അമ്പലം പോയി. കാരണം യൂനുസുബിന് മത്തനെ ഇവിടുള്ള ആൾക്കാർ അറിയാൻ. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അദ്ദാസ് ചോദിച്ചു, എങ്ങനെ കൃഷിയ പറയാം? അപ്പൊ പറഞ്ഞു, അദ്ദേഹത്തെ സഹോദരനാണ്. അദ്ദേഹത്തെ പ്രകാരം അല്ലാഹു അവന്റെ ദീനിന് വേണ്ടി പ്രവാചകനായി അയച്ചോ? യൂനുസ് അലൈഹിസ്സലാമാണ്. എപ്രകാരം പ്രവാചകനായി അയച്ചോ അതേപോലെ എന്നെയും അല്ലാഹു പ്രവാചകനായി അയച്ചതാണ്. എന്റെ സഹോദരനാണ് യൂനുസ് എന്നൊക്കെ പറഞ്ഞു. അപ്പൊ തന്നെ കാലിൽ മുത്തം വെച്ചു, കൈക്ക് മുത്തം വെച്ചു, നെറ്റിയിൽ മുത്തം വെച്ചു. അതൊക്കെ ഷെയ്ബയും മുത്തബയും കണ്ടുകൊണ്ടിട്ട് ഒരു വേഗം വിളിച്ചു. എന്തിനെന്തൊക്കെയാണ് പറഞ്ഞതെന്ന് ചോദിച്ചു പറഞ്ഞു കൊടുത്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ എറിഞ്ഞ് മുറിവേൽപ്പിച്ച് രക്തമൊലിക്കുമ്പോഴും നിങ്ങളുടെ ഫിഗർ ഒരാൾ നരകത്തിന്റെ തീയിൽ നിന്ന് എന്താവട്ടെ രക്ഷപ്പെടട്ടെ, അല്ലെങ്കിൽ മുന്തിരി തിന്നുകയും അല്ലെങ്കിൽ സുഖിക്കുകയുമല്ല ചെയ്യുന്നത്. ഇയാളെങ്കിലും മുസ്ലിമാവട്ടെ. കാര്യത്തിന്റെ കിതാബിൽ അദ്ദാസ് മുസ്ലിമായി എന്ന് എഴുതിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉത്തമ സ്വഭാവമായിരുന്നു. തങ്ങൾ അവിടുന്ന് നീങ്ങുമ്പോൾ തങ്ങളോട്
ഈ അക്രമം ഫുള്ള് അള്ളാഹു കണ്ടുകൊണ്ടിരിക്കെ ജിബ്രീൽ അലൈഹിസ്സലാമിനെയും മറ്റു മലക്കുകളെയും അയച്ചു. എന്താണ് എന്റെ ഹബീബിന് ആവശ്യമുള്ളത് ചെയ്തു കൊടുത്തേക്കും. നബി തന്നെ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് മലക്കുകളോട് ചോദിച്ചു, എന്താണ് ഞങ്ങൾ ഇവരെ ചെയ്യേണ്ടത്? ഞങ്ങൾ പറയുകയാണെങ്കിൽ 2 മലക്കിടയിൽ ഇവരെ ജനിച്ചു കൊല്ലാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഇവരെ ഉപദ്രവിക്കാൻ തങ്ങൾ പറഞ്ഞാൽ മതി, കൽപ്പന പുറപ്പെടുവിച്ചാൽ മതി, എന്തും ചെയ്തു തരാൻ അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്ന് അനുമതിയുണ്ടത്. അപ്പോഴാണ് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ദുആ തന്നെ ഉണ്ടായിരുന്നു, اللهم إني أشكو إليك ضعف قوتي وقلة حيلتي وهواني على الناس. പടച്ചവനെ, ഞാൻ നിന്നോട് ആവലാതി പറയുന്നു. اللهم إني أشكو, നിന്നോട് ആവലാതി പറയുന്നു. ضعف قوتي, എന്റെ ബലഹീനതയെ കുറിച്ച്, എന്റെ കഴിവുകുറവിനെ കുറിച്ച്, وقلة حيلتي, എന്റെ തന്ത്രക്കുറവിനെ കുറിച്ച് ഞാൻ നിന്നോട് ആവലാതി പറയുന്നു. പടച്ചവനെ, എനിക്കാകെ എന്റെ കുറവാണ്. പടച്ചവനെ, ഇതൊക്കെ സംഭവിച്ച എന്റെ കാരണക്കാരൻ എന്റെ കുറവിന്റെ പേരിലാണ്. ഇല്ലം യകുനലയ്യ വലദുൻ ഫലാ ഉബാലി. പടച്ചവനെ, നിനക്ക് എന്നോട് കോപമില്ലെങ്കിൽ എനിക്ക് ഒന്നും പ്രശ്നമല്ല. എന്റെ ആകെ പ്രശ്നം നീ എന്നോട് കോപിച്ചനാവുന്നതാണ്. ഏറുകൊണ്ടതും രക്തമൊലിച്ചതും എന്നെ തള്ളിവിട്ടതൊന്നും എനിക്ക് പ്രശ്നമില്ല. നിന്റെ കോപം എന്നിൽ ഉണ്ടാവരുത്. എന്നിട്ട് ഈ മലക്കുകൾ വന്ന് പ്രാർത്ഥിച്ചു. ഈ എന്തുവാണെങ്കിൽ ആവശ്യപ്പെട്ടപ്പോഴേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, അല്ലാഹുമ്മ ഗ്ഫിർ ലി ഖൗമി ഫഇന്നഹും ലാ യഅലമൂൻ. എന്റെ ഖൗമിനെ നീ പുറത്തു കൊടുക്കണേ, അവരറിവില്ലാത്തവരാണ്. ഞാൻ എന്തിനാ വന്നത് നിങ്ങൾക്ക് അറിയില്ല, അതുകൊണ്ടാണ് അവർ ഇന്നലെ പ്രവർത്തിച്ചത്. ഇവരല്ലെങ്കിൽ ഇവരുടെ തലമുറയിൽ ആരെങ്കിലും ഒരാൾ ഹിദായത്തിലാവാനാണ് എനിക്ക് പ്രിയങ്കരമായത്. ഇവരുടെ തലമുറയിൽ ആരെങ്കിലും ഒരാൾ ഹിദായത്തിലാവാനാണ് എനിക്ക് പ്രിയങ്കരമായത് എന്ന് പറഞ്ഞു. സഹോദരന്മാരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പ്രതികാരം ചെയ്യാൻ മലക്കുകൾ വന്നപ്പോഴും തങ്ങൾ പറഞ്ഞ പ്രതികാരമൊന്നും വേണ്ട, ഇവർ നശിച്ചിട്ട് എനിക്കെന്ത് കിട്ടാൻ? ഇവരുടെ തലമുറയിലേക്ക് ആരെങ്കിലും മുസ്ലിമാവാണെങ്കിൽ അതാണ് എനിക്കിഷ്ടം. നരകത്തിന്റെ കത്തിച്ചൊലിക്കുന്ന തീനാളുകളിൽ നിന്ന് രക്ഷപ്പെടാൻ ഏതെങ്കിലും ഇവരുടെ തലമുറയിലെങ്കിലും ആരെങ്കിലും ഉണ്ടായാൽ അതാണ് എനിക്കിഷ്ടം. സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല എത്ര തങ്ങളുടെ ഫിക്റിനെയും ചിന്തയും കബൂലാക്കി. ഇന്ന് തായിഫ് മുസ്ലിമീങ്ങളുടെ കേന്ദ്രമാണ്. തായിഫ് മുസ്ലിമീങ്ങളുടെ കേന്ദ്രമാണ്. മാത്രമല്ല, ഇന്ത്യക്കാരായ നമുക്ക് ഒരു കടപ്പാട് കൂടി തായിഫുകാരോടുണ്ട്. സിന്ധു വഴി ഇന്ത്യയിലേക്ക് ഇസ്ലാം വന്നത് ഈ തായിഫുകാരായ മുഹമ്മദ് ബിൻ ഖാസിം അത്തഖഫി എന്ന് പറയുന്ന തായിഫുകാരനെ കൊണ്ടാണ് അല്ലാഹു തആല ആ പ്രദേശത്ത് ഇസ്ലാം കൊണ്ടുവന്നത്. സിന്ധു വഴി ഇസ്ലാമിലേക്ക് വന്നത് ഹജ്ജാജ് ബിൻ യൂസുഫിന്റെ കാലത്ത്. അദ്ദേഹത്തിന്റെ ബന്ധു കൂടിയാണ് മുഹമ്മദ് ബിൻ ഖാസിം. അവിടെ സഹോദരന്മാരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശഹനത, തങ്ങളുടെ അഖ്ലാഖ് ആക്രമിച്ചവർക്ക് വേണ്ടിയിട്ടും അനുകൂലമായി ദുആ ചെയ്യാം. ആരും നശിക്കരുത്. ഒരാൾ നശിക്കരുത് കിട്ടാൻ നമ്മളാണ് അനങ്ങിയ നാശത്തിന്റെ ദുആയേ ഉള്ളൂ. അവർക്ക് ഹിദായത്ത് കിട്ടണമെന്നൊന്നും ദുആയില്ല. എന്നൊക്കെ പറഞ്ഞ് ആകാരെ വീട് ധരിക്കണം, ഓര് നശിപ്പിക്കണം, ഒക്കെ അടിയോടെ എടുത്തിട്ട് വിടണം. സാരമായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വേദന ഒരാൾ നരകത്തിന്റെ വരകൂടിയാവാനല്ല, ആരെങ്കിലും ഒരാളെങ്കിലും ഹിദായത്തിലാവട്ടെ. ഉമർ റളിയല്ലാഹു അൻഹു പോലുള്ള സഹാബാക്കൾ പറഞ്ഞു, അവന്റെ ഒരാള് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വേണ്ടി നാവുകൊണ്ട് വല്ലാതെ സംസാരിച്ച് ഭയങ്കരമായി ഉപദ്രവിച്ച ആളുണ്ട്. അതിന്റെ നിന്റെ മുന്നിൽ കിട്ടി. തങ്ങളുടെ നേരത്തെ ഇസ്ലാമിലേക്ക് ദഅവത്ത് ചെയ്തു. അതിന് ഇസ്ലാം സ്വീകരിക്കില്ല. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞ അടിച്ചു നടത്തുന്ന പല്ല് തൊഴിൽ ഞാൻ സംസാരിക്കരുതെന്ന് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിൽക്ക് ഉമർ, നിൽക്ക്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദഅവത്ത് ചെയ്തു. അദ്ദേഹം മുസ്ലിമായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഈ നാവ് ഒരു പക്ഷേ നമുക്ക് അനുകൂലമായി കാണുന്നു. അദ്ദേഹം സഹാബിയായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വേണ്ടി അനുകൂലമായി സംസാരിക്കാൻ തുടങ്ങി. ഇങ്ങനെ ഒരുപാട് ആൾക്കാർ തങ്ങളുടെ മനസ്സിന്റെ ഉള്ളിന്റെ ആഗ്രഹം ഒരാൾ പോലും പരാജയപ്പെട്ടു പോകരുത്. എല്ലാവരെയും കൂട്ടിപ്പിടിച്ചു. കറുത്തവനെ വെളുത്തവനെ കൊണ്ടെടുത്തു, പണക്കാരനെ പാവപ്പെട്ടവനെ കൊണ്ടെടുത്തു. പണക്കാരൻ കൊണ്ടെടുത്തു. പാവപ്പെട്ടവൻ മാത്രമേ ഇവിടെ പാവങ്ങള ആൾ മാത്രമല്ല, പണക്കാരിയാണ്. പണക്കാരി കൊണ്ടെടുക്കണം. ആളുകൾ തെറ്റിദ്ധരിച്ചിരിക്കാൻ പാവപ്പെട്ടവരെ മാത്രമല്ല വയ്യല്ല. പണക്കാരുടെ സ്വർഗത്ത് പോകണം, പാവപ്പെട്ടവരുടെ സ്വർഗത്ത് പോകണം. കൂട്ടിപ്പിടിച്ചല്ലേ അഡ്രസ്സില്ലാത്തവർക്ക് അഡ്രസ്സില്ലാക്കി കൊടുത്തു.
സദസ്സിൽ അത് കണ്ടസ് കട്ടി കൊടുത്തു. ബിലാൽ ബിൻ റബാഹ് റളിയല്ലാഹു അൻഹു അടിമയാണ്, കാര്യം അഡ്രസ്സൊന്നുമില്ല. മക്കയിൽ വിൽക്കപ്പെട്ട, ചന്തയിൽ വിൽക്കപ്പെട്ട അടിമയായിരുന്നു ബിലാൽ ബിൻ റബാഹ്. ബിലാലിന്റെ ശബ്ദം നല്ല മുതലുള്ള ശബ്ദം. അങ്ങനെ അവരുടെ കുടുംബത്തിന് വേണ്ടി പാട്ടുപാടാൻ, ആടുകൾ മേയ്ക്കാനും അവരുടെ കുറ്റുപണികൾ എടുക്കാനും അവരുടെ എല്ലാ ജോലി ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കറുത്തവനായ ഹദരത്ത് ബിലാൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയും അതിനിടയിലാണ് ഹദരത്ത് ബിലാൽ ഇസ്ലാം സ്വീകരിച്ചത്. ഇസ്ലാം സ്വീകരിച്ചതോടുകൂടി പ്രയാസങ്ങളായി, ശക്തമായ പീഡനായി. കാരണം അടിമകളെ ഉപദ്രവിച്ച ആ ചോദിക്കാനില്ല, മറ്റേ കബീലക്കാരുണ്ടാവും, കുടുംബക്കാരുണ്ടാവും. ഒരാളെ ഉപദ്രവിച്ച കുടുംബക്കാരുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഉപദ്രവിക്കാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ അബ്ബാസ് റളിയല്ലാഹു അൻഹു, ഹംസ റളിയല്ലാഹു അൻഹു ഒന്നും മുസ്ലിമായിട്ടില്ല. ഒരു കുട്ടില എടങ്ങനെ വിടുക. ഹംസ റളിയല്ലാഹു അൻഹു ഇസ്ലാമിന് അങ്ങനെയാണ്. നബി തങ്ങളെ ഉപദ്രവിച്ചു എന്ന് പറഞ്ഞപ്പോഴാണ് അതിന് പകരം ചോദിക്കാൻ തരുന്നത്. അന്നത്തെ മുസ്ലിം കൂടിയല്ല, ഞങ്ങളുടെ കുടുംബക്കാർ. അബ്ബാസ് റളിയല്ലാഹു അൻഹു മുസ്ലിമായിട്ടില്ല. ഹിജ്റയുടെ സമയത്ത് മദീനക്കാരെ വന്നിട്ട് കൂട്ടിക്കൊണ്ടുപോകുമ്പോൾ അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നിങ്ങൾ നിങ്ങളുടെ സ്വന്തം മക്കളെ നോക്കുന്നതിനേക്കാൾ ഞങ്ങളുടെ ഈ മുഹമ്മദിനെ സല്ലല്ലാഹു അലൈഹി വസല്ലം നോക്കാൻ പറ്റി മാത്രം ഉണ്ടായാൽ മതി. മുസ്ലിമായിട്ടില്ല, പക്ഷെ പറഞ്ഞ വാക്കുകളാണ്, നിങ്ങളുടെ സ്വന്തം മക്കളെക്കാൾ നിങ്ങൾക്ക് നോക്കാൻ പറ്റിയെങ്കിൽ മാത്രം കൊണ്ടായാൽ മതി. അത് ഖാൻദാനിയാണ്, അത് കുടുംബാണ്. പക്ഷെ ബിലാൽ റളിയല്ലാഹു അൻഹു ആരുമില്ല. ബിലാൽ റളിയല്ലാഹു അൻഹു ഖാൻദാൻകാരനല്ല. അതുകൊണ്ട് ഉപദ്രവിക്കപ്പെട്ടു, ശക്തമായി പീഡിപ്പിക്കപ്പെട്ടു. ബിലാൽ ഇസ്ലാമിന്റെ ബിമാറാണ് പറഞ്ഞു. ബിലാൽ പറഞ്ഞു, ഞാൻ മാറില്ല. ബിലാൽ ശക്തമായി അടിച്ചു പൊട്ടിക്കാൻ തുടങ്ങി. ചാട്ട കൊണ്ടുള്ള അടി പോലും പറഞ്ഞു കൊടുക്കും. മൃഗങ്ങളായിരുന്ന സ്ഥാനം ചാട്ട. അതുകൊണ്ട് ബിലാൽ റളിയല്ലാഹു അൻഹു അടിച്ചു. മൃഗമായി ചുട്ടുപഴിച്ച മണലിൽ വിട്ടു. ഭാരമുള്ള കല്ല് കയറ്റി വെച്ചു. സാർമാരെ, നമ്മൾ ഒറ്റക്കാലോചിക്കണം. ഒരു പ്രാവശ്യം ഹജ്ജിന് പോയപ്പോൾ രാവിലെ ഞാൻ മസൂറ ചെയ്താണ് ബിൽഡിങ്ങിൽ. കുറച്ച് കൂട്ടുകാരൊക്കെ കൂടി ഞങ്ങൾ ഓരോ ബിൽഡിങ്ങിൽ ഓരോ റൂമിൽ ഓരോ സ്ഥലങ്ങൾ പോകും. അപ്പൊ ഇന്ന് എവിടെ പോകണം എന്ന് വെച്ചു. അപ്പൊ ഇങ്ങനെ ഓരോ ബിൽഡിങ്ങിൽ ഓരോ റൂമൊക്കെ പറഞ്ഞു. ഒരാളായിക്കോട്ടെ അത് പറഞ്ഞു, നിങ്ങൾ നമ്മുടെ ബിൽഡിങ്ങിന് മുകളിൽ ഒരാളുണ്ട്, അയാളെ പറ്റി കാണുന്നു. ഞാൻ ചോദിച്ചു, അല്ല അദ്ദേഹം നമ്മളെ ഈ ബിൽഡിങ്ങിലുള്ള ആളാണ്, നമ്മളെ ഈ ഗ്രൂപ്പിൽ വന്ന ആളാണ്, അദ്ദേഹത്തിന്റെ കാലിന് സുഖമില്ല, നിങ്ങൾ പോയി നോക്കിയാൽ സമാധാനം ഉണ്ടെങ്കിൽ അയാൾ പറഞ്ഞിരിക്കുന്നു. അങ്ങനെ കാല് പൊള്ളിക്കുന്നൊക്കെ പറഞ്ഞു. ഞാൻ പോയി നോക്കുമ്പോൾ എന്താ സംഭവിച്ചത്? അദ്ദേഹം ഷുഗർ പേഷ്യന്റ്. അദ്ദേഹത്തിന്റെ ചെരുപ്പ് ഹറന്നു പോയി. അപ്പൊ അദ്ദേഹം എന്താക്കി, ചെരുപ്പിടാതെ നമസ്കാരം കഴിഞ്ഞ് നടന്ന് റൂമൊക്കെ വന്നു. അത്രേ ചെയ്തുള്ളൂ. കാല് പൊള്ളിട്ട് ഈ അടിഭാഗം പൊളന്നിട്ടുണ്ട്. എന്നുവെച്ചാൽ ഈ ഷൂവിന്റെയൊക്കെ മറ്റേ ഇതിനൊരു പൂർണ്ണമായി ഇങ്ങനെ പൊട്ടിയതല്ല, സൈഡിൽ തന്നെ പൊട്ടിയിട്ട് പാദം വേറെ കിടന്നിട്ടുണ്ട്, പൊള്ളിട്ട്. ഞാൻ നിങ്ങൾ അറിഞ്ഞില്ല. അപ്പൊ പറഞ്ഞു, ചൂട് അറിഞ്ഞില്ല. ആ ചൂടത്താണ് ബിലാൽ ബിൻ റബാഹിനെ കത്തിയത്. ശക്തമായ ചൂടിൽ, ഈത്തപ്പഴം പഴിക്കാൻ പറ്റുന്ന ചൂടിൽ കെട്ടൽ, വിയർത്തിങ്ങനെ ഒലിച്ചു പോവും, വിയർത്ത് ഒലിക്കും, തൊണ്ട വറ്റും. അപ്പോഴും പറയും, ബിലാലെ ഈ ലാത്തി ഹുസൈൻ വിശ്വസിച്ചത് പറയും. ബിലാൽ ബിൻ റളിയല്ലാഹു അൻഹു പറയും, അല്ലാഹു അക്ബർ, അതിലൊരു കളിയില്ല. എപ്പോഴായി പറയുന്നത്? കായന്റെ ചുണ്ടിൽ ഇരുന്ന് വായിൽ ഇരുന്ന് പറയല്ല, ചേറിൽ ഇരുന്ന് പറയല്ല. അല്ലാഹു അക്ബറാണ്. ഈ പ്രയാസത്തിന്റെ ഘട്ടത്തിൽ എത്രത്തോളം ബിലാൽ റളിയല്ലാഹു അൻഹുവിന്റെ പാട്ട് കേട്ടിട്ട് ഉറങ്ങിയവരും ബിലാലിനോട് അലിവുള്ളവരുമായ മനുഷ്യത്തല്ല അവരുടെ കുടുംബക്കാരായ ഈ ഉപദ്രവിക്കുന്നവരുടെ കുടുംബക്കാർ അവര് ബിലാലിനോട് പോയി പറയും, ബിലാലെ ഈ ഒരു കാര്യം സമ്മതിച്ചിട്ട് തൽക്കാലത്തേക്ക് രാത്രി യുക്തിയൊക്കെ സമ്മതിക്കുക. അപ്പൊ ഒരു കുട്ടാർക്ക് രക്ഷപ്പെടാനുള്ള മാർഗം ഞങ്ങൾ ഉണ്ടാക്കിത്തരാം. എന്തിനാണ് ഡെയിലി അടിയൊക്കെ കൊള്ളുന്നത്? രക്ഷപ്പെടാത്ത വഴി ഞങ്ങൾ ഉണ്ടാക്കില്ല. നീ എവിടെയെങ്കിലും പോയിക്കോ, എന്നിട്ട് സ്വസ്ഥമായി ജീവിച്ചെന്ന് ബിലാൽ റളിയല്ലാഹു അൻഹു ഇല്ല. ബിലാൽ റളിയല്ലാഹു അൻഹു നിന്ന് കൊണ്ടുപോയി അവസാനം ഒരു കുടുങ്ങി. കൊല്ലാൻ പറ്റില്ല, കൊന്നാൽ ഒരടിമനെ കൊന്നല്ല വേറെ ഉണ്ടാവുക. കുടുങ്ങി. അപ്പോഴാണ് ബിലാൽ റളിയല്ലാഹു അൻഹു വിലക്ക് വാങ്ങിയത്. ബിലാൽ റളിയല്ലാഹു അൻഹു വില പറഞ്ഞു, ഒരു വലിയ വില പറഞ്ഞു. ബിലാൽ റളിയല്ലാഹു അൻഹു വലിയ വില കൊടുത്തിട്ട് അബൂബക്കർ
വാങ്ങിക്കൊണ്ടുപോകുന്ന സമയത്ത് ഖുറൈശികളിൽപ്പെട്ട ആൾക്കാർ പറഞ്ഞു, അത് 10 ദിർഹമിന് ചോദിച്ചാൽ ബിലാൽ ഞങ്ങൾ എനിക്ക് തന്നെ എന്ന് പറഞ്ഞു. വില കുറക്കാൻ വേണ്ടിയിട്ട്, ഇടിച്ച് താഴ്ത്താൻ വേണ്ടിയിട്ട്. അബൂബക്കർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നിങ്ങൾ എത്ര കൂടെ വില ചോദിച്ചാലും ഞാൻ ബിലാലിന് വാങ്ങിയനെ. എത്ര വലിയ വില ചോദിച്ചാലും ഞാൻ ബിലാലിനെ വാങ്ങിയനെ. ബിലാൽ റളിയല്ലാഹു അൻഹു ബോധിപ്പിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളുടെ കൂട്ടത്തിൽ കൂടി മദീനയിൽ ഹിജ്റ പോയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സന്തത സഹചാരി ഹദീസ് കാണുമ്പോൾ സത്യത്തിൽ താരീഖ് വായിച്ചതിന് ശേഷം നിങ്ങളിത് കേൾക്കുമ്പോ അല്ലെങ്കിൽ വായിക്കുമ്പോ കാണുമ്പോ നിങ്ങളുടെ മനസ്സ് പൊട്ടും, നിങ്ങളുടെ കണ്ണ് നിറയും. ഇടയ്ക്കിടയ്ക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയും, ബിലാൽ 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 ഞാൻ അല്പം ഉറങ്ങട്ടെ, സമയം എന്നെ വിളിക്കട്ടോ, സമയം എന്നെ വിളിക്കട്ടോ. ഒരു ദിവസം ഇതൊക്കെ ശാസ്ത്രങ്ങൾ അങ്ങനെ പറഞ്ഞു ഉറങ്ങിപ്പോയി. ബിലാൽ കിടന്നു ഉറങ്ങിപ്പോയി. ഓർക്കത്ത് നോക്കില്ല, നേരെ പോയി ശാസ്ത്രങ്ങളോട് ചോദിച്ചു, ബിലാൽ എന്തായാലും വിളിക്കാൻ ചോദിച്ചു. പറഞ്ഞു, തങ്ങളെ ഉറക്കി അള്ളാഹു നീ ഉറക്കിക്കളഞ്ഞു. എന്താ പറഞ്ഞു? നബി അങ്ങനെ ഉറക്കി അള്ളാഹു നീ ഉറക്കിക്കളഞ്ഞു. എന്തോരു സ്നേഹം ബുഖാരി ശരീഫിലുണ്ടാവും, മുസ്ലിം ശരീഫിലുണ്ടാവും. ബിലാൽ ബിലാൽ ഇടക്കിടക്ക് വരുന്ന പേരാണ് ബിലാൽ. ആരെ നാവുന്ന വരുന്നത്? നുബുവത്തിന്റെ നാവ്, സത്യം മാത്രം പറഞ്ഞ നാവ് ഇങ്ങനെ പറ്റും. ബിലാല് ഇത് ചെയ്യും, അവിടെ പോയത് ബിലാല്, ഇവിടെ പോയത് ബിലാല്. വീട്ടിൽ പള്ളിയിൽ അതിഥികൾ വന്നിട്ടുണ്ട്, ഭക്ഷണം ആവശ്യമുണ്ട്, ബിലാലോട് പോയി ചോദിച്ചിരിക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മഹാത്ത് മുഅ്മിനീങ്ങളുടെ അടുക്കൽ പോയിട്ട് എന്തെങ്കിലും അതിഥിക്ക് ആഹാരമുണ്ടോ എന്ന് ചോദിക്കാൻ പറഞ്ഞേക്കുന്നത് ബിലാലിനെയാണ്. തങ്ങളുടെ സ്വന്തം ആള്, തങ്ങളുടെ സ്വന്തം ആള്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങേയറ്റം സ്നേഹിച്ചു കാണിച്ചു കൊണ്ടടന്നു. ബിലാൽ റബാഹ് റളിയല്ലാഹു അൻഹു പറയുന്നത്, എന്റെ നെറ്റിത്തടത്തിൽ ആദ്യമായി ചുംബിച്ചത് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. ആ നുബുവത്തിന്റെ ചുണ്ടുകൊണ്ട് എന്നെ ചുംബിച്ചു. ജനങ്ങളുടെ അംഗീകാരത്തെ അടിമയായി അംഗീകാരം കൊടുത്തു, കൂട്ടത്തിൽ കൂട്ടിപ്പിടിച്ചു. എന്ന് ഞാൻ ആലോചിക്കരുത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊളിച്ച് ചുമന്ന ഒരാൾ, പ്രകാശിക്കുന്ന ഒരു മനുഷ്യൻ. അതിന്റെ കൂട്ടത്തിൽ രാത്രി പോലുള്ള കറുത്ത ബിലാലിന്റെ തോളിൽ കൈയിട്ട് എങ്ങനെ കൊണ്ടുവന്നിട്ടുണ്ടാവും? എങ്ങനെ കൊണ്ടുവന്നിട്ടുണ്ടാവും? എന്തെങ്കിലും മരങ്ങും ഒരു വെളുത്ത മനുഷ്യൻ ഒരു കറുത്ത അടിമനെ കൂട്ടിപ്പിടിക്കുക. ബിലാലിനെ കൂട്ടിപ്പിടിച്ചു. യാത്രയിൽ ബാക്കി ബിലാൽ, മസ്ജിദ് നബവിയിലെ ബാക്കി ബിലാൽ. ഞാൻ ബിലാൽ കൊടുക്കേണ്ട വാക്ക് ഇസ്ലാമിൽ വലിയ അംഗീകാരമുള്ള കാര്യമാണ് വാക്കുന്നുള്ളത്. നമ്മൾ സാധാരണ മസ്ജിദിൽ മുഅദ്ദിൻ എന്ന വലിയ വില കൊടുക്കാത്ത ആളാണ്. ഇൻഷാ അല്ലാഹ് നാളെ ഖിയാമത്ത് നാളെന്ന് പറയും മസ്ജിദിലെ മുഅദ്ദിൻ ആരായിരുന്നു. ഇന്നും ഉലമാക്കൾ തീർപ്പ് കൽപ്പിച്ചിട്ടില്ല ഇമാമാണോ മുഅദ്ദിനാണോ ശ്രേഷ്ഠനെന്ന്. കാരണം ഇസ്ലാമിൽ മുഅദ്ദിന് വലിയ സ്ഥാനമുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നാളെ മശ്ശറയിൽ അത്വലുൻ നാസി അനാഖൻ, നാളെ നല്ല പെരടി ഉയർത്തിയവരായിട്ടുണ്ടാവും. ഖിയാമത്ത് നാളിൽ പെരടി ഉയർത്തിയിട്ട് ഇങ്ങനെ ഉണ്ടാവും. അതിന് മുഹദ്ദിസുകൾ കുറെ അർത്ഥം പറഞ്ഞിട്ടുണ്ട്. ഒരർത്ഥം ഇതാണ്, ഒരു കുനിയന്റെ ആവശ്യം ഉണ്ടാവില്ല. ഒരു നാൾ മശ്ശറയിൽ നല്ല തല ഉയർത്തിയിട്ട് നമ്മളൊരു നെഞ്ഞി വിളർത്തി തല ഉയർത്തിയിട്ട് നിൽക്കാൻ കഴിയണം. ആ നിൽക്കൽ നിൽക്കൊരു ബാക്കിയുള്ളവർക്ക് വേജാറുണ്ടാവും, ഒരു തല ഉയർത്തിയിട്ടുണ്ടാവും. മറ്റു ചിലർ പറഞ്ഞത് സാധാരണക്കാരിൽ കൂടുതലായിട്ട് തലക്കവർക്ക് കഴുത്തിന് നീളുണ്ടാവും. എന്നുവെച്ചാൽ എവിടെ നോക്കിയാൽ ആൾക്കാർ കാണണം, കാണുമ്പോൾ തന്നെ പറയണം, ഭൂമിയിൽ അല്ലാഹുവിന്റെ ഇബാദത്തിലേക്ക് പടച്ചവന്റെ തൗഹീദിന്റെ വചനങ്ങൾ ഒറ്റയിത്തരം പ്രഖ്യാപിച്ചവരാണ് മുഅദ്ദിൻമാർ. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ഏറ്റവും വലിയവൻ അല്ലാഹുവാണ് എന്ന് ഭൂമിയിൽ പറഞ്ഞവരാണവർ. എല്ലാവരും ബേജാറുണ്ടാവുമ്പോഴും ഓരോ അല്ലാഹുവാണ് വലിയവർ, അല്ലാഹുവാണ് വലിയവർ എന്ന് പറഞ്ഞവരാണ്. അതുകൊണ്ട് നാളെ പ്രധാനം ഉണ്ടാവും. അവിടെ അവന്റെ ജോലി കൊടുത്തത് ബിലാൽ റളിയല്ലാഹു അൻഹുവിനായിരുന്നു. ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, അഗർ ഖിലാഫത്ത് ബോझ न होता मैं मस्जिद नबवी की इमाम मुअद्दिन होता था. ഖിലാഫത്തിന്റെ ഭാരം എനിക്കില്ലായിരുന്നെങ്കിൽ ഞാൻ മസ്ജിദ് നബവിയിലെ മുഅദ്ദിനാകുമായിരുന്നു. ഹദ്റത്ത് അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, എന്റെ മക്കൾ ഹസൻ ഹുസൈന് മസ്ജിദ് നബവിയിലെ മുഅദ്ദിനാവാനാണ് എന്റെ ആഗ്രഹം. ഇതൊന്നും ആഗ്രഹം പോലെ, കാരണം നമുക്ക് ആഖിറയിൽ ബന്ധമില്ല, നമ്മളെ മക്കൾ
മഹ്ശറയിൽ ഉടമസ്ഥനായ അള്ളാഹുവിന്റെ ദർബാറിന്റെ മുമ്പിൽ കൈകെട്ടി നിൽക്കുമ്പോൾ മനസ്സിലാവും ആരാണ് ഇവരെന്ന്. അപ്പോഴേ മനസ്സിലാവില്ല. അതിന് മുമ്പ് മനസ്സിലായ ഒരു ഭാഗ്യക്കാരാണ്. അലി റളിയല്ലാഹു അൻഹു പറയുന്നത് ഹസൻ ഹുസൈൻ മസ്ജിദ് നബവിയുടെ മുഅദ്ദിനവരാണ്. അവരത് മുഅദ്ദിൻ ബിലാൽ റളിയല്ലാഹു അൻഹു പദവി നല്ല ശബ്ദം മുഅദ്ദിൻ ബാങ്ക് കൊടുക്കും. ബിലാൽ റളിയല്ലാഹു അൻഹു ബാങ്ക് കൊടുക്കും. മക്ക ഫതഹായി എന്ന് പറഞ്ഞാൽ നമ്മളെ എളുപ്പത്തിൽ പറയണം. മക്ക ഫതഹിന്റെ മക്കന്റെ ചരിത്രം പഠിക്കുന്നത് കണ്ടാൽ ഉപദ്രവം, പീഡനം, പ്രയാസം ഇതൊക്കെ സഹിച്ചു നിന്ന് അവസാനം സ്വന്തം നാട് വിട്ടിട്ട് പോയി. നിങ്ങളാരെങ്കിലും മലപ്പുറത്ത് നമ്മൾ ഇതൊക്കെ വിട്ടിട്ട് പോയി. ഇവിടെ ബിൽഡിങ്ങും തോട്ടും എല്ലാം വിട്ടിട്ട് ഏതെങ്കിലും തമിഴ്നാട്ടിലോ ആന്ധ്രയിലോ പോയി നിന്ന് കുറെ കാലം. അത് കഴിഞ്ഞിട്ട് മലപ്പുറം നമുക്ക് തിരിച്ചു കിട്ടുമ്പോൾ എന്തൊക്കെ അവസ്ഥ? ഇവിടെ നമ്മൾ ആട്ടി ഒഴിച്ചവരൊക്കെ നിന്ത്യരും നിസാരന്മാരുമായി നമ്മളെ മുന്നിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ എന്തൊക്കെ അതിന്റെ അവസ്ഥ? ഇതിനേക്കാൾ അപ്പുറമായി മക്ക ഫതഹായി. ആൾക്കാരൊക്കെ മക്കയിലേക്ക് വരാൻ തുടങ്ങി. കാഴ്ച വൃത്തിയാക്കി, അതിലുള്ള എല്ലാം കളഞ്ഞു വൃത്തിയാക്കി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, വിളിക്കട്ടെ, അള്ളാഹുവിന്റെ വിളിയാണ്, മുഅദ്ദിൻ ബാങ്ക് കൊടുക്കട്ടെ. സർവര അന്നത്തെ പള്ളിയുൾക്കാത്തതിനൊക്കെ ബാങ്ക് കൊടുക്കാൻ ചില പിന്നെ ജന്മത്തിലുണ്ടാവും. പള്ളിയുൾക്കാലത്തിന് ഉദ്ഘാടനത്തിന് ബാങ്ക് ഉണ്ടായിക്കോട്ടെ. മസ്ജിദിലെ ഹറമിലെ ബാങ്ക് കൊടുക്കരുത്. ആര് കൊടുക്കണം? എല്ലാവർക്കും കൂതിണ്ട്. അബൂബക്കർ ആദ്യം വിശ്വസിച്ചാൽ ഖുറൈശിയന് ഖത്താബുണ്ട്. ഹറമിന് പോകുമ്പോൾ ആരെങ്കിലും ഭാര്യമാരെ വിധവകളാക്കാനും മക്കളെ എത്തിമാക്കാനും കൂടിയിട്ടെങ്കിൽ ഇങ്ങനെ വന്നോട്ടെ എന്നൊക്കെ പറഞ്ഞ ആ ഉമറുണ്ട് റളിയല്ലാഹു അൻഹു. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിളിച്ചത് അയിന ബിലാൽ, അയിന ബിലാൽ, ബിലാലവിടെ. ബിലാൽ കയറി, ബിലാൽ ബാങ്ക് കൊടുത്തു. ഈ ബിലാലിനെ അടിച്ചു പൊട്ടിച്ചിഞ്ഞത് ആരാണ്? കല്ല് കയറ്റി ചെന്ന് ഈ മക്കയിലായിരുന്നു. അവിടെ ബിലാൽ കൊടുത്തു അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. ഇതാണ് ഈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൂട്ടിപ്പിടിച്ചു ബിലാലിനെ, ചേർത്ത് പിടിച്ചു. ജീവിതത്തിന്റെ എല്ലാ രംഗത്തും കൊണ്ടുനടന്നു. വെറുപ്പുണ്ടായില്ല, അടിമേണെന്നുള്ള പകതിരിവുണ്ടായില്ല, മാറ്റിത്തരില്ല. കൂട്ടിപ്പിടിച്ചു, കൂട്ടത്തിൽ കൊണ്ടുനടന്നു. ഒരു പാത്രത്തിൽ അതിർത്തി ബിലാൽ തിന്നുന്നു, സുഹൈബ് തിന്നുന്നു. സൽമാൻ വെളുത്തവനായ സൽമാൻ പാരിക്ക് പേർഷ്യക്കാരൻ വെളുത്തവൻ സൽമാൻ തിന്നുന്നു. ഉമർ ബിൻ ഖത്താബ് തിന്നുന്നു. എല്ലാവരും കൂട്ടത്തിൽ. ലോകത്തിന്റെ സംഭവം ഉണ്ടായിട്ടുള്ള സാധനം ഒരു പാത്രത്തിൽ എല്ലാവരും ചിന്തിക്കാം. വെളുത്തവന്, കറുത്തവന്, വലിയ തറവാട്ട്, അതിന്റെ തറവാട്ടില്ലാത്തവരെയും എല്ലാവരും തിരിച്ചു. എല്ലാവരും ഒരേപോലെ കൊണ്ടുവന്നു. ഒരു തസ്ബീഹിന്റെ മുത്തുമണികളെ പോലെ കോർത്തിറക്കി. ഇതൊക്കെ വെറുതെ ഒരു അലങ്കാര വചനങ്ങളല്ല, ഒരു ആലങ്കാരിക പദപ്രയോഗമല്ല. ഹഖീഖത്തൻ യാഥാർത്ഥ്യമിതാണ്. ഇത് ഉണ്ടായതല്ല. ഇത് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അഖ്ലാഖ്, തങ്ങളുടെ സ്വഭാവം കൊണ്ട് ചേർത്ത് കോർത്താണ് ഉണ്ടാക്കിയതാണ്. ഇതാണ് ഇസ്ലാമിന്റെ സൗന്ദര്യം. ഈ ഇസ്ലാമിന്റെ സൗന്ദര്യം എനിക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ല. കാരണം ജന്മന കിട്ടിയതാണ്. കൂട്ടിപ്പിടിച്ചു റളിയല്ലാഹു അൻഹു. എത്ര കൂട്ടിപ്പിടിച്ച് നിലനിൽക്ക് ജീവിതത്തിലെ എല്ലാ സന്ദർഭത്തിലും കൊണ്ടുവരുന്നു. എല്ലാ സന്ദർഭത്തിലും കൊണ്ടുവരുന്നു. ഇത് തന്നെ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഫാത്തിന്റെ സമയം തങ്ങളുടെ മസ്ജിദ് നബവിയിലെ നിസ്കാരത്തിന്റെ സിസ്റ്റം എന്തായിരുന്നു പറഞ്ഞാൽ, മസ്ജിദ് നബവിയിലെ നിസ്കാരത്തിന്റെ സിസ്റ്റം നബി തങ്ങളുടെ സഹാബികൾ വീട്ടിലുണ്ടാവും. തങ്ങളിങ്ങനെ ഇറങ്ങി വരും. അപ്പം ഇക്കാമത്ത് ബോർഡുകളില്ലായിരുന്നു മസ്ജിദ് നബവിയിൽ. ഇലക്ട്രോണിക് ഉപകരണങ്ങളില്ലായിരുന്നു. ഈ ബോർഡ് ഇങ്ങനെ 1, 10, 1, 4, 1, 13, 12, 22 ഒന്നുമില്ല. നബി തങ്ങളുടെ സഹാബികൾ വരിക, നിസ്കരിക്കുക. സഹാബാക്കൾ പറയണ്ടേ, ഇശാക്ക് കാത്തുകയായിരുന്നു, ഞങ്ങൾ ഉറങ്ങിപ്പോവുകയായിരുന്നു. എന്നൊക്കെ ഇമാമ ഒരു മിനിറ്റ് താമസിച്ചാൽ കമത്തുർക്ക കയറിക്ക, ഏതെങ്കിലും ആള് കയറിക്ക, എന്നിട്ട് നിസ്കാരം കഴിച്ചാലും നോട്ടം അയാൾ നിസ്കാരത്തിന് കൊടുക്കാൻ പോയതായിരിക്കും. അതുപോലെ കാത്തിക്കാൻ ഈ സമുദായത്തിന് നേരെയില്ല. പള്ളിയിൽ നിന്നാൽ കുരുകുത്തുക, മുള്ളാണികളിരിക്കണമായാണ് ആൾക്കാർ പള്ളിയിൽ ഇരിക്കുന്നത്. എന്തുകൊണ്ട് ഇങ്ങനായി? ഹൃദയത്തിന്റെ ഉള്ളിൽ അല്ലാഹുവിനോടും അവന്റെ ഹബീബിനോടും ദീനിനോടും ആഹ്റത്തിലുള്ള യഖീനിന്റെ കുറവാണ്. നിഫാഖ് കയറി കൂടി. അപ്പൊ പിന്നെ പള്ളിയിൽ പ്രയാസം, പള്ളിയിക്കാൻ പറ്റില്ല. പള്ളിയിൽ ഇതിന്റെ കണക്കൊക്കെ ഭയങ്കര കണക്കാണ്. റെയിൽവേ സ്റ്റേഷനിൽ 4:10 വരാനുള്ള ട്രെയിനിൽ 5:10 ആയാലും കുഴപ്പമില്ല, ആരും പോവില്ല. കുറച്ച് ഞാൻ ചെയ്യും. യാത്രക്കാർക്ക് നേരിട്ട
6:15 വരെ സംഭാവന. അപ്പോൾ ഒരു ബസ്സില്ല. അപ്പോഴെങ്കിലും വന്നിട്ടാൽ മതിയേ. മസ്ജിദിൽ ആർക്കും നിൽക്കാൻ കഴിയില്ല. വല്ലാഹി മസ്ജിദിൽ നിങ്ങൾക്ക് ഇടങ്ങേറുണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അല്ലെങ്കിൽ നമുക്ക് നിഫാക്ക് കൂടിയിട്ടുണ്ടെന്നതിന്റെ അടയാളം. നമുക്ക് വേറെന്താ പണി? നമ്മളെ പള്ളിക്കാരായി അയച്ചതാണ്, നമ്മളെ ദീനിന്റെ ആൾക്കാരായി അയച്ചതാണ്. നമ്മളെ വേറെ പണിയൊക്കെ നമ്മളെ സൈഡാണ്. പക്ഷെ പള്ളി സൈഡായി, ബാക്കിയുള്ളതൊക്കെ മെയിനായി. അവിടെ പോകണ്ട്, ഇവിടെ പോകണ്ട്, മറ്റേ വർക്കുണ്ട്, ഈ വർക്കുണ്ട്, 100 പേരെ കണ്ടു തീർക്കാനുണ്ട്. ആർക്കു വേണ്ടി 100 പേരെ കണ്ടു തീർക്കണം. ആൾക്കാർക്ക് കണ്ടു തുടങ്ങണം, നല്ലതൊക്കെ കിട്ടുള്ളൂ. അതിനുവേണ്ടി വീടാതെ കയറിയില്ല. എല്ലാ പാർട്ടിക്കാരുടെ വില കയറും, സ്ഥാനാർത്ഥിയുടെ വില കയറും. ഇക്കോട്ട് ചെയ്യണം അടുത്ത സ്ഥാനാർത്ഥി. ഒന്ന് പറഞ്ഞാൽ അവിടെ ചോദിക്കാം, നിസ്കരിക്കാൻ വേണ്ടി വരണം, അള്ളാഹുവിലേക്ക് വരണം, ഇബാദത്ത് ചെയ്യണം, ഹറാമത്ത് മാറിക്കണം. അതുവരെ ഒരു വീട്ടുകാരനാണില്ല, ഒരാളുമില്ല. ഇതിനു വേണ്ടിയിട്ട് വീടാതെ ഗലികൾ കയറുക. എന്ത് ത്യാഗത്തിനും ചെയ്യാറ്. രാത്രി ഉറക്കല്ല, പകലില്ല. ഉമ്മിന്റെ പരീക്ഷ അധ്വാനങ്ങൾ ഏതൊക്കെ വഴിക്ക് പോവാൻ, എങ്കിൽ അങ്ങനാവും, എങ്ങനാവും. ഒന്നുമില്ല. എവിടെയും സമുദായം, ഈ സമുദായത്തിന് ദിശാബോധം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുവചനത്തിൽ ഇമാം ബുഖാരി റിവായത്ത് ചെയ്യുന്നതാണ്. ദഈഫാണ് കൂടി പറയണ്ട. ഇമാം ബുഖാരി റിവായത്ത് ചെയ്യുന്ന ഹദീസിലുണ്ട്, ലൻ യഫ്ലഹ ഖൗമുൻ വല്ലൗ അംറഹും ഇംറഅതൻ. ഒരു സമുദായം രക്ഷപ്പെടുകയില്ല. നുബുവത്തിന്റെ നാവാട്ടോ, ഞാൻ പറയില്ല, എന്നോട് കൈകാര്യം എനിക്ക് കുഴപ്പമില്ല. ലൻ യഫ്ലഹ ഖൗമുൻ വല്ലൗ അംറഹും ഇംറഅതൻ. ഒരു സമുദായം രക്ഷപ്പെടുകയില്ല, അവരെ കാര്യം അവർ സ്ത്രീകളെ ഏൽപ്പിച്ചിരിക്കുന്നു. സ്ത്രീകളെ ഏൽപ്പിച്ച സമുദായം അവർ രക്ഷപ്പെടുകയില്ല. ഒരു നബിനെ സ്ത്രീയായി അയച്ചിട്ടില്ല. ഒരു മസ്ജിദിനെ ഖത്തീബ് സ്ത്രീയാവാൻ പറ്റില്ല. ഏതെങ്കിലും കൊണ്ട് സ്ത്രീയായി നൽകി ഓളമേലെ നിങ്ങൾ വാട്സപ്പും ഫേസ്ബുക്കൊക്കെ പാടെ കൂടി വിടുന്നല്ലോ. ജുമാക്കേര് കൊണ്ട് കുത്തുബോധികളുണ്ട്. ബാക്കിയുള്ള കാര്യത്തിലൊക്കെ അള്ളാഹുവിന്റെ ദീനും അനുവദിച്ചതാണോ? നല്ല ഫ്ലക്സ് ഫോട്ടോകൾ വെക്ക്. മാന്യത വേണ്ട, കുറച്ചൊക്കെ മാന്യത വേണ്ടേ? ഒന്നായി നാളെ റബ്ബിന്റെ മുമ്പിൽ എത്തുന്നത് ഈ കാര്യം അറിയും. ഇപ്പൊ അറിയില്ല. കളിതമാശയ്ക്ക് ഞങ്ങൾ ഇന്ത്യൻ ജനാധിപത്യത്തിലും ഇന്ത്യയുടെ മതേതരത്വത്തിലൊക്കെ വിശ്വസിക്കുന്ന ആൾക്കാർ ആയിക്കോട്ടെ, കുഴപ്പമില്ല. പക്ഷെ സ്വന്തം ദീൻ സംരക്ഷിച്ചുകൂടെ? സ്ത്രീകളുടെ ഫ്ലക്സ് ഫോട്ടോകൾ, എന്നിട്ട് സ്ത്രീകളെ കൂടത്തിൽ സ്ത്രീകൾ പുരുഷന്മാരെ വോട്ട് വെച്ചാൽ നൽകുക. ഈ നാട്ടിൽ എങ്ങനെ ശാപം വരാതിരിക്കുക? ഒറ്റക്കാലത്ത് ഞാൻ എന്തെങ്കിലും വികാരത്തിന്റെ പേര് പറയില്ല. നിങ്ങളൊന്ന് ആലോചിച്ചു. ഏതെങ്കിലും ഒരു പ്രവാചകൻ, ആ പ്രവാചകന്റെ ഏതെങ്കിലും ഒരു പ്രവാചകൻ സ്ത്രീകളെ കൂട്ടത്തിൽ വന്നിട്ടുണ്ടോ? ഏതെങ്കിലും ഒരു പ്രവാചകനെ ഈ സ്ത്രീയായിട്ട് അമ്മ വായിച്ചിട്ടില്ല. ഒരു ഹദീസ് വന്നിട്ടില്ല. ഇസ്ലാമിന്റെ ഖിലാഫത്തിൽ വന്നിട്ടില്ല. പക്ഷെ ഇക്കൊന്നും ഒന്നുമില്ല. നമ്മളത് ഇങ്ങനെ ആയിക്കോട്ടെ. എന്നാലും ചെയ്യുന്നതിനൊരു മാന്യത വേണ്ടമായി. ഫോട്ടോ വെക്കാത്ത പരിശ്രമം ചെയ്തുകൂടെ? നിങ്ങൾക്ക് മിനിമം ഒരു ദീനി കാഴ്ചപ്പാടുകൾ വെച്ചിട്ട് വലിയ ഫ്ലക്സ് ഫോട്ടോ പെണ്ണിന്റെ എവിടേക്ക് പോകാൻ പറ്റില്ല. ഒരു സ്ഥലത്തും പോകാൻ പറ്റില്ല. എന്തിനെത്തി? അതും മുസ്ലിം, ഇതും മുസ്ലിം, അതും മുസ്ലിം, 3 സ്ഥാനാർത്ഥി മുസ്ലിം. ഒരു ഐക്യണ്ടാക്കി കൂടെ പോസ്റ്റ് തൽക്കാലം പാടാൻ പറ്റും. നമുക്കെല്ലാം പോയിട്ട് കണ്ടിട്ട് പറഞ്ഞ വാങ്ങിയപ്പോടി കാട്ടിക്കൊടി. പക്ഷെ മാന്യത വന്നിട്ട് എമ്മാരി പച്ച വെച്ചത്. ഇതൊക്കെ അള്ളാഹുവിൽ എന്ത് പറയും നിങ്ങൾ ആലോചിക്കും. അതുകൊണ്ട് നമുക്കെല്ലാം പ്രശ്നം. നമുക്ക് പള്ളി മാത്രമേ നിൽക്കാൻ സമയമില്ലാത്തുള്ളൂ. അതുകൊണ്ട് നിബന്ധനകളുള്ള ഞങ്ങൾ വീട്ടിലുണ്ടാവും. കുറെ സമയം കഴിഞ്ഞാൽ ബിലാലൊന്ന് പോയി നോക്കൂ. ബിലാൽ ആയില്ലേ വരും. അപ്പൊ ഈ കബറിനോടൊപ്പം നിസ്കരിക്കും. ഞങ്ങളുടെ വഫാത്തിന്റെ ദിവസവും ബിലാൽ ബിൻ റബാഹ് റളിയല്ലാഹു അൻഹു വീടിന്റെ ഓരത്തുണ്ട്. സുബഹിന്റെ നേരായി തങ്ങൾ വഫാത്തായി എന്നുള്ള വിവരം വീട്ടിൽ കിട്ടിയപ്പോൾ ബിലാൽ കരഞ്ഞിട്ടൊരു പോക്കിട്ട്. ബിലാലിന്റെ കരച്ചിൽ കണ്ടപ്പോൾ സഹാബാക്കൾ മസ്ജിദിൽ കരയാൻ തുടങ്ങി. ബിലാൽ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇനി നമ്മളെ റസൂൽ വരൂല എന്ന് പറഞ്ഞിട്ടാണ് പോണത്. സഹാബാക്കളുടെ ജീവിതത്തിൽ അന്ന് അനുഭവിച്ച ദുഃഖത്തിൽ എന്നുള്ള സഹാബാക്കൾക്ക് മാത്രമേ അറിയൂ.
അങ്ങനെ ബിലാൽ കൂട്ടത്തിൽ കൊണ്ടു നടന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങളുടെ വഫാത്തിന് ശേഷം ബിലാൽ റളിയല്ലാഹു അൻഹു ബാങ്ക് കൊടുക്കാൻ വേണ്ടി മസ്ജിദിന്റെ മിനാരത്തിൽ അല്ലെങ്കിൽ ബാങ്ക് കൊടുക്കുന്ന സ്ഥലത്ത് കയറി. ബിലാൽ ബാങ്ക് കൊടുത്തു നോക്കി. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞതിന് ശേഷം അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് ശേഷം ബിലാൽ റളിയല്ലാഹു അൻഹു അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് എന്നുള്ള വചനം പൂർത്തിയാക്കാതെ കരച്ചിലോട് കൂടി ബിലാൽ താഴെക്കിറങ്ങി. കാരണം അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് പറയുമ്പോൾ ആ ഇഖാമത്തിന്റെ ശബ്ദം കേൾക്കുമ്പോൾ സബ്ബിന്റെ വരികൾക്കിടയിലൂടെ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വരവ് അവർ സാധാരണ കണ്ടുകൊണ്ടിരുന്നായിരുന്നു. ഇന്ന് അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് കാണില്ല. ബിലാൽ അതോടുകൂടി ബാങ്ക് നിർത്തി. എനിക്ക് കഴിയില്ല എന്ന് പറഞ്ഞു. അബൂബക്കർ ഖിലാഫത്ത് ഏറ്റെടുത്തു. അബൂബക്കർ പോയിട്ട് പറഞ്ഞു, എനിക്ക് ഈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളില്ലാത്ത മദീനയിൽ എനിക്ക് നിൽക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അബൂബക്കർ പറഞ്ഞു, നബി തങ്ങൾ ഏതായാലും പോയി, ഇനി ബിലാലെ നിങ്ങളും കൂടി പോയാൽ ഞങ്ങൾക്ക് ആരേണ്ടത്? കാരണം തങ്ങളുടെ സഹവാസി എന്ന നിലയിൽ ഞങ്ങൾക്ക് നിങ്ങളെങ്കിലും ഉണ്ടല്ലോ. ബിലാൽ റളിയല്ലാഹു അൻഹു പോകാൻ അനുവദിച്ചില്ല. അബൂബക്കർ റളിയല്ലാഹു അൻഹു ബിലാൽ റളിയല്ലാഹു ആവർത്തിച്ച് ചോദിച്ചു, സമ്മതിച്ചില്ല. ബിലാൽ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളില്ലാത്ത മദീനയിൽ നിൽക്കാനും കഴിയുന്നില്ല. അവസാനം ബിലാൽ റളിയല്ലാഹു അൻഹു ചോദിച്ചു അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനോട്, നിങ്ങൾ എന്നെ മോചിപ്പിച്ചത് അള്ളാഹ്ക്ക് വേണ്ടിയിട്ടാണോ അതോ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണോ? നിങ്ങൾക്ക് വേണ്ടിയിട്ടാണെങ്കിൽ ഞാൻ മദീനയിൽ നിന്നോളാം, അതാ അള്ളാഹ്ക്ക് വേണ്ടിയിട്ടാണെങ്കിൽ എന്റെ മദീനയിൽ നിന്ന് പോകാൻ അനുവദിക്കരുത്. അബൂബക്കർ റളിയല്ലാഹു അൻഹു തീർച്ചയായിട്ടും ഞാൻ നിങ്ങളെ മോചിപ്പിച്ചത് അള്ളാഹ്ക്ക് വേണ്ടിയിട്ടാണ്, അതുകൊണ്ട് നിങ്ങൾ പോയിക്കൊള്ളി. ബിലാൽ റളിയല്ലാഹു അൻഹു പോയി. മദീന വിട്ടുപോയി. ദീനിന്റെ പരിശ്രമവുമായി കഴിഞ്ഞുകൂടി, ദഅവത്തിന്റെ പണിയുമായി കഴിഞ്ഞുകൂടി, ജിഹാദും കാര്യങ്ങളുമായി കഴിഞ്ഞുകൂടി. കാലങ്ങൾക്ക് ശേഷം ഈ ഇരിക്കുന്ന ഞാനും നിങ്ങളൊക്കെ നമ്മളെ കുഞ്ഞാനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിൽ കാണാൻ കഴിഞ്ഞില്ലല്ലോ. ഒന്ന് സ്വപ്നത്തിലെങ്കിലും കണ്ടാൽ മതിയേനെ കൊതിക്കുന്ന ഞാനും നിങ്ങളും കേൾക്കണേ. ഹസ്രത്ത് ബിലാൽ റളിയല്ലാഹു അൻഹു കാലങ്ങൾക്ക് ശേഷം കണ്ടത് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വപ്നം കണ്ടു. സ്വപ്നത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ബിലാലെ ഇതെന്ത് അക്രമമാണ്, നമ്മളൊന്ന് കാണാനും കൂടി വരുന്നില്ലല്ലോ. അവർ ബന്ധങ്ങൾ ആലോചിച്ചു. ബിലാൽ റളിയല്ലാഹു അൻഹു അങ്ങോട്ടെന്തെങ്കിലും ചോദിക്കില്ല. നബി തങ്ങൾ സ്വപ്നത്തിൽ ചോദിക്കാൻ, ബിലാലെ എന്ത് അക്രമമാണ്, നമ്മളൊന്ന് കാണാനും കൂടി വരുന്നില്ലല്ലോ. ഏതിക്ക സ്നേഹം, ഏതിക്ക ബന്ധം. ബിലാൽ റളിയല്ലാഹു അൻഹു മദീനയിലേക്ക് നടന്നു. അപ്പം തന്നെ മദീനയെ ലക്ഷ്യമാക്കി യാത്രകൾ ചെയ്ത് മദീനയിലെത്തി. ബിലാലിനെ കണ്ടപാട് മദീനയിൽ ആകെ നബി തങ്ങളെ കാലം ഓർമ്മ വരാൻ തുടങ്ങിയ ആൾക്കാരൊക്കെ പറഞ്ഞു, ബിലാലെ ഒരു ബാങ്ക്. ബിലാൽ ഉറപ്പായിട്ടൂടെ ബാങ്ക് കൊടുക്കാൻ കഴിയില്ല. ബിലാൽ നിരസിച്ചു കൊടുക്കാതായി. അവസാനം ആളുകൾ ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹു അടുക്കൽ പോയി. ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹു നബി തങ്ങളോടുള്ള ബന്ധത്തിന്റെ പേരിൽ ബിലാലിന് റബാഹുമായിട്ട് വലിയ ബന്ധമായിരുന്നു. അതുകൊണ്ട് ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഒരു ബാങ്ക് ബിലാലെ. അരുമ മക്കളുടെ അപേക്ഷയെ തള്ളിക്കളയാൻ ബിലാലിനെ കൊണ്ട് കഴിഞ്ഞില്ല. ബിലാൽ വീണ്ടും ബാങ്ക് കൊടുക്കാൻ കയറി. ബിലാലിന്റെ അല്ലാഹു അക്ബർ കേട്ടപ്പോഴേക്കും മദീന ആകെ ഇളകി മറിഞ്ഞു. നബി തങ്ങൾ വന്നു എന്നുള്ള അർത്ഥത്തിൽ ആളുകൾ കരഞ്ഞ് ഓടാൻ തുടങ്ങി മസ്ജിദ് നബവിന്റെ ഭാഗത്തേക്ക്. പക്ഷെ ബിലാലിന് ബാങ്ക് പൂർത്തിയാക്കാൻ പറ്റില്ല. കാരണം നിങ്ങളെ ഇത്ര സ്നേഹിച്ചു, ഇത്ര വലിയ അംഗീകാരം കൊടുത്തു. ഒരു കറുത്ത ഒരടിമക്ക് അംഗീകാരം കൊടുക്കുക. അബൂബക്കർ ഉമർ റളിയല്ലാഹു അൻഹു ഒരിക്കൽ അബൂബക്കർ റളിയല്ലാഹു അൻഹു ബിലാൽ റളിയല്ലാഹു അൻഹു ഒരു സ്ഥലത്ത് ഇങ്ങനെ നിൽക്കട്ടെ, ഓരോ കാര്യത്തിൽ നിൽക്കാൻ. അപ്പൊ ഉമർ റളിയല്ലാഹു അൻഹു പറയണേ, ഹാദാ സയ്യിദുനാ വഅതഖ സയ്യിദനാ. ഇത് നമ്മുടെ നേതാവാണ്, ഇത് നമ്മുടെ നേതാവിനെ മോചിപ്പിച്ച ആളാണ്. ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ വിരൽ ചൂണ്ടിട്ട് ഹസ്രത്ത് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്, ഹാദാ സയ്യിദുനാ, ഇത് നമ്മുടെ നേതാവാണ്. ഇതാണ് സർക്കാർ ഇസ്ലാമിന്റെ അസലാണ്. ഇസ്ലാമിന്റെ അസലാണ്. കൂട്ടിപ്പിടിക്കുക.
ബിലാൽ റളിയല്ലാഹു അൻഹു ഡമസ്കസിൽ വെച്ച് മരണപ്പെട്ടു. ബിലാൽ റളിയല്ലാഹു അൻഹുവിന്റെ ഖബറുള്ളത് മദീനയിലല്ല. വേണമെങ്കിൽ മദീനയിലെ മുഅദ്ദിനായി, മദീനയിലെ എല്ലാമായി മദീനയിൽ നിൽക്കാമായിരുന്നു. പക്ഷെ ദീനിന്റെ പരിശ്രമവും ദീൻ ലോകത്തെത്തണം, മനുഷ്യരാശി നരകത്തിന്റെ തീയിൽ നിന്ന് രക്ഷപ്പെടണം, ആ വഴിയിലുള്ള അധ്വാനത്തിന്റെ വഴിയിൽ യാത്രയിൽ ഡമസ്കസിലാണ് ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹുവിന്റെ ഖബറുള്ളത്. ഞാൻ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇസ്ലാമിൽ കോയി ഹൈസിയത്ത് नहीं, ഇസ്ലാമിൽ സമ്പത്തിനോ അധികാരത്തിനോ പദവിക്കോ കോയി ഹൈസിയത്ത് ഒരു പരിഗണനയില്ല. മഗർ ഖുർബാനിക്ക് ഹൈസിയത്ത്, ത്യാഗത്തിന്റെ പരിഗണന ഉള്ളത്. അല്ലാഹുവിന് വേണ്ടി ത്യാഗം ചെയ്യാൻ തയ്യാറാണോ? പണക്കാരൻ ത്യാഗം ചെയ്യാൻ തയ്യാറായ അല്ലാഹു കബൂലാക്കും, സാധാരണക്കാരൻ ത്യാഗം ചെയ്യാൻ ഓടി കബൂലാക്കും. ദീനിന് ആവശ്യമുള്ളത് ത്യാഗമാണ്. അള്ളാഹുവിന്റെ ദീൻ സ്വന്തത്തിൽ ഉണ്ടാവണം, മനുഷ്യരാശിയിൽ ഉണ്ടാവണം. ഇതിനു വേണ്ടിയിട്ടുള്ള അധ്വാനമാണ്. ഹർഗർ ഹർഫൺ എല്ലാ ഊരും എല്ലാ വ്യക്തികളെയും കാണണം. അള്ളാഹു വേണ്ടിട്ട് പോയിട്ട് കാണി, അള്ളാഹുവിന്റെ മഹത്വം പറയാൻ വേണ്ടി പോയിട്ട് കാണി. എല്ലാ വീടുകളിലും ഗലികളിലും കമ്പോളങ്ങളിലും സഹാബാക്കളുടെ കാൽപാദങ്ങളുണ്ട്. അവർ നടന്നു, എല്ലാ വീടുകളിലും അവർ പോയി കട്ടകട്ടായ എല്ലാ വീട്ടിലും പോയിട്ട് അവർ പൊട്ടി. എന്നിട്ട് അവർ അള്ളാഹുവിനെ കുറിച്ച് പറഞ്ഞു. പാതിരാത്രിയിൽ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം യാത്ര ചെയ്തു. ശക്തമായ കാറ്റുള്ളപ്പോൾ അബൂജഹലിന്റെ വീട്ടിൽ അറബികൾ മാന്യന്മാരായിരുന്നു. അതിഥികളെയും ബുദ്ധിമുട്ടുള്ളവരെയും അവർ കൂടെ നിൽക്കുമായിരുന്നു, അഭയനൽകുമായിരുന്നു. കിടക്കപ്പായിൽ എഴുന്നേറ്റ് പോകുമ്പോൾ അബൂജഹലിന്റെ ഭാര്യ ചോദിച്ചു, ഈ രാത്രിയിൽ ശക്തമായ കൂരിരുട്ടിൽ കാറ്റുണ്ടാവുമ്പോൾ നിങ്ങൾ എങ്ങോട്ടാ പോണത്? വാതിൽ ഒരാൾ മുട്ടിയിട്ടുണ്ട്, അയാളെന്തോ അഭയം ചോദിച്ചിട്ടാണ് വന്നത്. തീർച്ച ഞാൻ അയാൾക്ക് അഭയം കൊടുത്തു പറഞ്ഞിട്ടാണ് അബൂജഹൽ പോയത്. വാതിൽ തുറന്നപ്പോൾ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളായി. എന്തിനാ വന്നു വെച്ചു? ഖൂലൂ ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞോട് വിജയിക്കുന്നു, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞോട് വിജയിക്കുന്നു. മുഖത്ത് നോക്കി കഥ കടച്ചോ തങ്ങളുടെ ആഗ്രഹം, ഈ രാത്രിയിലെങ്കിലും എന്റെ കാൽപാദവും എന്റെ നടത്തവും കണ്ടിട്ട് അതിൽ അള്ളാഹു കരുണ തോന്നിട്ട് അബൂജഹലിന് ഹിദായത്ത് കൊടുത്താൽ അതാണ് എനിക്ക് ഇഷ്ടം. ഉമർ ബിൻ ഖത്താബിന്റെ വീട്ടിൽ എത്രയോ പ്രാവശ്യം, 70 ചില്ലാനും പ്രാവശ്യം പോയിട്ടുണ്ട്. ഇങ്ങനെ വീടുകൾ കയറിയിറങ്ങി. എന്തിന്? അള്ളാഹുവിന്റെ ദീനിന് വേണ്ടിയിട്ട്. നമസ്കരിക്കാത്തവന്റെ വീട്ടിൽ, ജുമാക്ക് വരാത്തവന്റെ വീട്ടിൽ, പരീക്ഷയ്ക്ക് കഴിഞ്ഞു കൂടുന്നവന്റെ വീട്ടിൽ, മദ്യപാനിന്റെ വീട്ടിൽ, ദീനനുസരിച്ച് ജീവിക്കണവന്റെ വീട്ടിൽ പോകണം. അവനോട് പറയാം, സഹോദര ഇവിടെ ദീനനുസരിച്ച് ഇവിടെ നിന്നാ പോരാ, ഈ ബാക്കിയുള്ളവരുടെ കാര്യത്തിൽ ഒന്ന് ഫിക്ർ വെക്ക്, ബാക്കിയുള്ളവരെ കൂടി ഹിദായത്തിലാക്കാൻ, ബാക്കിയുള്ള ആളുകളെ ഇന്ന് ദഅവത്ത് ചെയ്യാൻ, ബാക്കിയുള്ള ആളുകളെ മസ്ജിദിലേക്ക് വിളിക്കാൻ ഞങ്ങളെ കൂട്ടത്തിൽ എന്ന് പറയേണ്ടവരാണ് ഇരിക്കുന്ന ഞാനങ്ങളും. എന്തെങ്കിലും പണിയതാണ്. എടുക്കേണ്ട പണി എടുത്തിട്ടില്ലെങ്കിൽ പിന്നെ വേണ്ടാത്ത പണി എടുക്കേണ്ടി വരും. അതുകൊണ്ട് വീടാന്തരം കയറുന്ന എന്റെ സഹോദരങ്ങളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെ ഈ കാൽപാദങ്ങൾ നാളെ റബ്ബിന്റെ മുമ്പിൽ നിങ്ങൾക്ക് ഒന്നുകിൽ അനുകൂലമാവും അല്ലെങ്കിൽ പ്രതികൂലമാവും. എന്താവുന്നത് നിങ്ങൾ തീരുമാനിച്ചു. അള്ളാഹുവിനെ പറ്റി പറയാൻ നമുക്ക് ആർക്കൊഴിവില്ല. സൃഷ്ടികളിലേക്കുള്ള ദഅവത്തിന് നമുക്കെല്ലാം ഇപ്പോഴുണ്ട്. സൃഷ്ടികളിലേക്കുള്ള ദഅവത്ത്. ഏതോ വീട്ടിൽ ദീനനുസരിച്ച് ജീവിച്ചിരുന്ന സ്ത്രീകളെ പോലും വലിച്ചയച്ചിട്ട് കൊണ്ടുവരാൻ, എന്നിട്ട് അതിന്റെ പേരിൽ അതോടുകൂടി അത് ആണമായി പഞ്ചായത്തിൻ്റെതായി. ഇതൊരു വീട്ടിലെ കുട്ടികളമ്മയും ഭർത്താവിന്റെ ഭാര്യയും പിന്നെ അമ്മാസാക്കന്റെ മരോടൊക്കെ ആയിരുന്നു. ഇനി പാരായി രാത്രി 11 മണിക്കൊന്ന് വെല്ലടിച്ചു, ഞങ്ങളവിടെ പൈപ്പിൽ വെള്ളം വരില്ല എന്നാൽ അന്നോടാരെ മറന്നു കയറാൻ പറയുന്നത് ചോദിക്കാൻ പറ്റുമോ? ഇങ്ങോട്ട് പറയും, ചോദിക്കാൻ പറ്റുമോ? ചോദിച്ചാൽ വേറെ ഞങ്ങൾക്ക് അങ്ങനെ പ്രശ്നം ചെന്നാൽ പഞ്ചായത്ത് മെമ്പർ അടുത്തേക്കല്ലേ പോകാൻ പറ്റുള്ളൂ. ആൾക്കാർ ചോദിക്കുന്നത് എന്താ, പഞ്ചായത്ത് അമീസാണോ? എന്തിനാ ഈ ഗതി ഉപ്പത്തിന് വരുത്തിയത്? നിങ്ങൾ എന്തിനാ ഈ ഗതി വരുത്തിയത്? അവിടെ സഹോദരന്മാരെ ശരിക്കും ചിന്തിക്കും. അള്ളാഹുവിന്റെ ദീൻ സ്വന്തത്തിൽ ഉമ്മത്തിലുണ്ടാക്കണം. നബിയുടെ ശാസ്ത്രങ്ങളെ ഫിക്റും വേദനയല്ലായിരുന്നു. ഈ ദീനിനു വേണ്ടി ബിലാൽ റളിയല്ലാഹു അൻഹു ത്യാഗം സഹിച്ചു, ഉള്ളത് മുഴുവൻ അർപ്പിച്ചു. അതുകൊണ്ട് ബിലാൽ ഏറ്റവും ഉയർന്ന സ്ഥാനത്തെത്തി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് സ്വപ്നത്തിൽ കണ്ടു. കണ്ടവൻ ചോദിച്ചു, ബിലാലെ നിന്റെ ചെരിപ്പടി ശബ്ദം ഞാൻ സ്വർഗത്തിൽ കേൾക്കുന്നുണ്ടല്ലോ. ബിലാൽ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ അതിനകത്ത് എന്ത് കാര്യം ചെയ്തെന്ന് ചോദിച്ചു. ഞാൻ അങ്ങനത്തെ കാര്യം ചെയ്യലില്ല, ഞാൻ വുളു പോയ അപ്പം ഒന്ന് കൊടുത്തു. വുളു എടുത്താൽ എത്ര കാര്യം നിസ്കരിക്കാൻ പറ്റുന്നവരാണെങ്കിൽ വുളുവിന്റെ നിസ്കാരം നിസ്കരിക്കും, അതല്ലാതെ വേറെ അമലൊന്നുമില്ല. ചെരുപ്പടി ശബ്ദം കേട്ട ആളാരോ ഏതെങ്കിലും നമ്മളെ ഏതെങ്കിലും ആവുമല്ല. ഇവിടെ സ്വപ്നത്തിന്റെ തല്ല.
കണ്ടവർക്ക് കണ്ടെന്നൊക്കെ എന്തോ ആളുണ്ട് ഫുള്ള അടിച്ചു കൊള്ളുന്നുണ്ട്. ഇത് അല്ലാതെ നുബുവത്തിന്റെ നാവുകൊണ്ടാ പറഞ്ഞത്. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാകുന്ന ഖാതമുൽ അംബിയായ റസൂലുള്ളാഹി തങ്ങളാ പറഞ്ഞത്. ബിലാൽ എന്നെ ശരിപ്പെടുത്തുന്നത് ഞാൻ കേൾക്കണ്ടല്ലോ. ഇന്നല്ലാഹ ഹറമ ദുഖൂലുൽ ജന്നതി അലൽ അംബിയാഇ ഹത്താ അസ്ൂലഹാ. മുഴുവൻ നബിമാർക്കും സ്വർഗ്ഗപ്രവേശനം അല്ലാഹു നിഷിദ്ധമാക്കിയിരിക്കുന്നു. ഞാൻ ആ സ്വർഗ്ഗത്തിൽ കടക്കുന്നത് വരെ. ആദ്യത്തെ സ്വർഗ്ഗത്തിൽ കടക്കൽ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. നബി തന്നെ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അന്ന് എന്റെ കുതിരന്റെ കടിഞ്ഞാൻ ബിലാലിന്റെ കയ്യിലായി. ആരാ ബിലാല്? ബിലാലിന്റെ യോഗ്യത എന്താ? വലിയ കുടുംബം, വലിയ മൈമൊന്നുമില്ല. അള്ളാഹ്ക്ക് വേണ്ടി ത്യാഗം ചെയ്തു, അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി ത്യാഗം ചെയ്തു. ദീൻ സ്വന്തത്തിലുണ്ടാവണം, ഉമ്മത്തിലുണ്ടാവണം, ഇത് അണയാൻ പാടില്ല. യഥാർത്ഥമായ കറകളഞ്ഞ ഈമാനും യഖീനുണ്ടായി. ഉണ്ടായപ്പോ അള്ളാഹുവിന്റെ സഹായം ഉണ്ടായി. തുല്യതയില്ലാത്ത ഇന്നും ബിലാൽ കേൾക്കും ആൾക്കാർ രോമം കൊന്നും. മക്കളുടെ പേര് ബിലാൽ, സ്ഥാപനങ്ങളുടെ പേര് ബിലാൽ, മസ്ജിദിന്റെ പേര് ബിലാൽ. എന്താ ബിലാലിന്റെ വലിയ പ്രത്യേകത? 1400 ചില്ലാൻ നൂറ്റാണ്ടുകൾ കഴിഞ്ഞു, ഇപ്പോഴും ബിലാൽ ജീവിക്കാണ് മനുഷ്യഹൃദയങ്ങളിൽ. എന്താ കാരണം? ബിലാൽ ഇബ്നു റബാഹ് അള്ളാഹ്ക്ക് വേണ്ടി ത്യാഗം സഹിച്ചു. അള്ളാഹ്ക്ക് വേണ്ടി, ദീനിനു വേണ്ടി, പടച്ചവന്റെ തൃപ്തിക്ക് വേണ്ടി സർവസ്വം ഒഴിവാക്കാൻ തയ്യാറായി. അന്ന് ജീവിതത്തിന്റെ, ശരീരത്തിന്റെ സുഖത്തിന് വേണ്ടി ബന്ധുക്കൾ പറഞ്ഞതുപോലെ എന്തെങ്കിലും ലാഭയിൽ ഞാൻ വിശ്വസിച്ചെന്ന് പറഞ്ഞ് ജീവിതം കൊണ്ട് ഓടി എവിടെയെങ്കിലും ജീവിച്ചിരുന്നെങ്കിൽ ബിലാൽ ഇബ്നു റബാഹിന്റെ ചരിത്രത്തിലുണ്ടാവില്ല. മക്കയിൽ ആകെ ഒരു ബിലാൽ, ഒരു ഹബ്ബാബ്, ഒരു ഉബൈദ് മാത്രമല്ല അടിമകളുണ്ടായിരുന്നത്. 1000കണക്കിന് 10000കണക്കിന് അടിമകളുണ്ടായിരുന്നു. അവരൊക്കെ അടിമകളെ പോലെ ജീവിച്ച്, മൃഗങ്ങളെ പോലെ ജീവിച്ച്, മൃഗങ്ങളെ പോലെ ചത്തവരാണ്. പക്ഷേ ബിലാൽ അതിന് വിഭിന്നമായത്. ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു കലിമയിൽ അംഗീകരിക്കുകയും കലിമത്തു തൗഹീദിന് വേണ്ടിയിട്ട് എന്ത് ത്യാഗം സഹിച്ചിട്ടാണെങ്കിലും ശരി ദീൻ കൊള്ളൂല എന്ന് പറഞ്ഞ് ഉറച്ചു നിന്നു. മക്കയിലെ മുഴുവൻ അധികാരികളെയും ബിലാൽ റളിയല്ലാഹു അൻഹു അധികാരികളുടെ പീഡന മർദ്ദനങ്ങളിൽ ഒരിക്കലും താന്നുപോകാതെ, അതിന് വശംവദനാവാതെ, അവരുടെ പ്രലോഭനങ്ങളിൽ വശംവദനാവാതെ ബിലാൽ റളിയല്ലാഹു അൻഹു ഉറച്ചു നിന്നു. എനിക്ക് കലിമ മതി, അഹദ് പറഞ്ഞു. അവരുടെ സഹോദരന്മാരെ തുല്യതയില്ലാത്ത ഉയർന്ന അവസ്ഥയിലേക്ക് ഹദ്റത്ത് ബിലാൽ ഇബ്നു റബാഹ്. ഇങ്ങനെ ഓരോ സഹാബാക്കളെ എടുത്തു നോക്കി അവർ കണ്ടസ്റ്റായി, ഒരു തുല്യതയില്ലാത്ത മാതൃകകളായി. സഹോദരന്മാരെ, എന്റെയും നിങ്ങളുടെയും അധ്വാനം ഇതിനു വേണ്ടിയിട്ടായിരിക്കണം. ഏറ്റവും നല്ല അഖ്ലാഖ്, ഏറ്റവും നല്ല സ്വഭാവം, ഏറ്റവും നല്ല പെരുമാറ്റം. ആളുകൾ നരകത്തിലേക്ക് പോകരുത്. ഇത് നമ്മുടെ ചിന്തയായിരിക്കണം, ഇത് നമ്മുടെ വേദനയായിരിക്കണം. ഒരാൾ നരകത്തിലേക്ക് പോകരുത്. ആരായിക്കോട്ടെ, ഏറ്റവും വലിയ ശത്രു, അവന് നരകത്ത് പോകരുത്. അവന് ഹിദായത്ത് കിട്ടട്ടെ. ഖാലിദ് ഇബ്നു വലീദ് റളിയല്ലാഹു അൻഹു ഉഹദിൽ ആ സഹാബാക്കളുടെ ഷഹാദത്തിന്റെ ഏക കാരണക്കാരൻ ഖാലിദ് ഇബ്നു വലീദാണ്. ജബൽ ഉർമാത്തിന്റെ വഴിയിലൂടെ കയറി നെല്ല് കൊയ്യുന്നത് പോലെ കൊയ്തെടുത്തു. ധീരനായ ഖാലിദായിരുന്നു ഉഹദിന്റെ ഷഹാദത്തിന്റെ മുഴുവൻ കാരണക്കാരൻ. മുസ്ലിമീങ്ങൾ ഷഹീദായി പോകാതെ. പക്ഷേ ആ ഖാലിദ് ഇസ്ലാമിലേക്ക് വന്നു. തങ്ങളുടെ ആഗ്രഹമായിരുന്നു. മക്ക ഫതഹിന്റെ ദിവസം ഖാലിദിനെ അന്വേഷിച്ചു മക്കയിൽ. ഖാലിദ് അവിടെ സഹോദരനോടാ ചോദിച്ചത്. എന്നിട്ട് സഹോദരനൊരു ഒരു പണി കൊടുത്തു. ഖാലിദ് ബുദ്ധിമാനാണ്, മോൻ ഇസ്ലാമിലേക്ക് വരും. ആ വാക്ക് ഖാലിദിന്റെ അടുക്കലെത്തി. ഖാലിദ് പുറപ്പെട്ടു നബിതന്റെ സഹാബത്തിന്റെ അടുക്കലെത്തി. ഖാലിദ് ഇസ്ലാം സ്വീകരിച്ചു. ഖാലിദ് വരുന്നുണ്ട് നടന്നപ്പോഴേക്കും നബിതന്റെ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹാബാക്കളെ കൂട്ടി, അവരെ കൂട്ടിട്ട് പറഞ്ഞു, അൻസാരികളെ, മുഹാജിരികളെ, അവരെ കുട്ടികളൊക്കെ കൂട്ടിട്ട് പറഞ്ഞു, നിങ്ങളുടെ പിതാക്കന്മാർ, നിങ്ങളുടെ പൂർവ്വപിതാ വല്യാപ്പമാർ, അവരൊക്കെ ഷഹാദത്തിന് കാരണക്കാരനായത് ഖാലിദാണ്. അതെല്ലാവർക്കും അറിയാം. ആ ഖാലിദ് നിങ്ങളുടെ അടുക്കൽ വരുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഖാലിദിനെ ശപിക്കരുത്. നിങ്ങളൊറ്റ കാലത്ത് കിടന്നോളൂ, അവനെ കൊപ്പം വരികയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹാബാക്കളെ തയ്യാറാക്കാൻ. ഖാലിദ് പോകരുത്. വാപ്പനെ പോലെ ഇസ്ലാമിനെ ഉപദ്രവിച്ച ആളായിരുന്നു ഇക്രിമ. അബൂജഹലിന്റെ മകനാണ് ഇക്രിമ. ഇക്രിമ വന്നപ്പോൾ പറഞ്ഞു, ഓരോ പിതാവ് നിങ്ങൾ ചിന്ത വരരുത്. കാരണം ഇക്രിമക്ക് പ്രയാസം ഉണ്ടാവും. അതായത് ദീൻ കൊണ്ട് സഹോദരനെ ഗുണകാംക്ഷ ഉണ്ടാവണം. ദീൻ നസീഹ. മനുഷ്യൻ നരകത്തിന്റെ തീന്ന് രക്ഷപ്പെടട്ടെ. നമ്മളെ പരിശ്രമം അതിന് വേണ്ടിയിട്ടുള്ളത്, നമ്മളെ പണി അതിന് വേണ്ടിയിട്ടുള്ളത്. ഒരാൾ നരകത്തിൽ ആക്കാനുള്ളതല്ല. നരകത്തേക്ക്, ഇവൻ നരകത്തേക്ക്, ഓണ് നരകത്തിൽ അല്ല, എല്ലാവരും സ്വർഗത്തിലാവണം. അതായത് ഞങ്ങളുടെ ചിന്താഗതി ഇത് നമ്മൾ ഏറ്റെടുക്കണം. തങ്ങൾ ഇനി നിബിധ സഹാബത്തിൽ തങ്ങൾ നമ്മളെ കൂടല്ല. നബിമാരെ വരൂല. ലാ നബിയ ബഅദി
ആൾക്കാർ കൂടി അവിടെ പോയി നോക്കിക്കൂടെ? ഞോരങ്ങൾ മറ്റൊടുത്ത് കൊണ്ടാൻ വേണ്ടി കത്താരിയും തരും. നിങ്ങൾക്ക് വലുത് അള്ളാഹുവിന്റെ ദീനല്ലെങ്കിൽ പിന്നെ അള്ളാഹ് നിങ്ങളും വലുതല്ല വഴി. പിന്നെ നമ്മളെ ഏതെങ്കിലും ചങ്ങായിനെ കുറ്റം പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ആ ചങ്ങായി വന്നിട്ടാണ് ഇങ്ങനെ ആയത്. ആ ചങ്ങായി വന്നതല്ല, ഓനെ കൊണ്ടുവന്നതല്ല. തുത്തിൽ മുൽക്ക മന്തശ, അവൻ ഉദ്ദേശിച്ചവർക്ക് അധികാരം കൊടുക്കുന്നു. മാനിക്കൽ തുത്തിൽ മുൽക്ക മന്തശ മുൽക്ക മന്തശ. മാലിക്കൽ മുൽക്ക് അള്ളാഹുവാണ്. അവൻ ഉദ്ദേശിച്ചവർക്ക് അവൻ അധികാരം കൊടുക്കും, അവൻ ഉദ്ദേശിച്ചവർക്ക് അധികാരം അവൻ പിടിച്ചു വാങ്ങും ചെയ്യും. രണ്ടും മോന്റെ കയ്യിലുള്ളത്. അള്ളത് കാണാണ്. ജുമാസ്കാരത്തിന് വേണ്ടി പള്ളിക്ക് വിളിക്കാൻ പോകാൻ ആരുമില്ല. സുബീസ്കാരത്തിന് 600 700 അല്ലെങ്കിൽ ജുമാക്ക് 1000 2000 പള്ളിയിൽ സുബീക്കാകെ 2 സഫ ആളുള്ളൂ. ആ നാട്ടിലെ മുസ്ലിമീങ്ങൾ എല്ലാവരും ഉണ്ടാകും. നിസ്കാരത്തിന്റെ സമയമാണ് സുബീ. ബാക്കിന്റെ കച്ചവടത്തിനൊക്കെ എവിടെയെങ്കിലും പോയി വിചാരിക്കാം. 2 സഫ് സുബീക്കുണ്ടായിട്ട് പോലും ആ നമസ്കാരക്കാർക്കോ അല്ലെങ്കിൽ അവിടുത്തെ ആളുകൾക്കോ ഹൃദയത്തിന്റെ ഒരു പടം കൂടി കഴിയില്ല. ഈ ആൾക്കാരെവിടെ പോയി? സുബിയുടെയും ഇശായുടെയും നമസ്കാരം മുനാഫിക്കുകൾക്ക് വലിയ ഭാരതമാണെന്ന് നുബൂവത്തിന്റെ നാവുകൊണ്ട് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്. ലൈഫായ നിന്നല്ല. സുബീസ്കാരും ഇശാസ്കാരും മുനാഫിക്കിന് ഭയങ്കര ഭാരതസ്കാരം. എപ്പോഴെങ്കിലും ഇരിക്കുമ്പോൾ ഫിക്ർ വന്നിട്ടുണ്ടോ ഈ മനുഷ്യന്മാരൊക്കെ കൂട്ടി കയറിയെങ്കിൽ സുബീസ്കാരത്തിന് കൂട്ടണമെന്ന്? ഇപ്പൊ ഞങ്ങളെല്ലാവരും വീട് ഉള്ളാത്തരം വെളികൾ കമ്പോളങ്ങൾ എല്ലാവരും കാണാൻ കൈകാലം പിടിക്കാൻ എന്തിന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ദീനില്ലാതെ എന്തെങ്കിലുമൊക്കെ ഉണ്ടായാൽ ഇവിടെ സുഖമായി മുസ്ലിമീങ്ങൾക്ക് ജീവിക്കാം എന്ന് നിങ്ങൾ വിചാരിക്കുന്നെങ്കിൽ വിദ്യാധാരണയാണോ? നാളെ റബ്ബുൽ ആലമീന്റെ മുന്നിൽ സമാധാനം വരേണ്ടി വരും. അത് വിദ്യാധാരണയാണ്. മുസ്ലിമീങ്ങൾക്ക് സ്വന്തമായിട്ടുള്ള ജീവിതം അവരുടെ ദീനിലൂടെയാണ്. 5 വക്ത നിസ്കാരം കൃത്യമായി നിസ്കരിക്കാത്തവർക്ക് അള്ളാഹുവിന്റെ സഹായം ഉണ്ടാവില്ല. അള്ളാഹുവിന്റെ നാട്ടിൽ എന്തെങ്കിലും ശിക്ഷ ഇറക്കാൻ വിചാരിച്ചാൽ ആ നാട്ടിലെ മസ്ജിദിനെ നോക്കിയിട്ടാണ് തീരുമാനിക്കുക എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുവചനമാണ്. പള്ളിക്ക് നോക്കൂ, പള്ളിയുടെ അവസ്ഥ എന്താ? അതിനനുസരിച്ച് തീരുമാനം ഉണ്ടാകുക. അല്ലാണ്ട് നമ്മുടെ ഓഫീസുകളെല്ലാം നോക്കല്. അതുകൊണ്ട് പള്ളികൾ വീറാനായി, ഖാലികളായി. സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിന്റെ താല്പര്യത്തിലുണ്ട്. ഖിയാമത്ത് നാൾ വരുന്ന ഒരു അവസ്ഥ ഉണ്ടാവും. ലാ യബ്ഖാ മിനൽ ഇസ്ലാമി ഇല്ലാ ഇസ്മുഹു വലാ യബ്ഖാ മിനൽ ഖുർആനി ഇല്ലാ റസ്മുഹു മസാജിദുഹും ആമിറ വഹിയ ഖറാബു മിനൽ ഹുദാ. ഇസ്ലാമിന്റെ പേരുകൾ മാത്രമേ ബാക്കിയുണ്ടാവും. വലിയ വലിയ പേരൊക്കെ ഉണ്ടാവും. ഉമർ, അബൂബക്കർ, ഉസ്മാൻ, അലി ഒക്കെ വലിയ വലിയ കത്തിക്കുന്ന പേരുണ്ടാവും. ലാ യബ്ഖാ മിനൽ ഇസ്ലാമി ഇല്ലാ ഇസ്മുഹു, ഇസ്ലാമിന്റെ പേരുകൾ മാത്രമേ ഉണ്ടാവുള്ളൂ. വലാ യബ്ഖാ മിനൽ ഖുർആനി ഇല്ലാ റസ്മുഹു, ഖുർആനിന്റെ ലിപികൾ മാത്രമേ ഉണ്ടാവുള്ളൂ. എന്നുവെച്ചാൽ ഖുർആൻ അനുസരിച്ചുള്ള ജീവിതം ആരെയും ഉണ്ടാവില്ല. മുസ്ലിമിന്റെ കോലം, മുസ്ലിമിന്റെ സ്വഭാവം ഉണ്ടാവില്ല ആൾക്കാരെ. എന്നിട്ടോ പിന്നെ മസാജിദുഹു ആമിറ, അവരുടെ പള്ളികളെല്ലാം അമ്പര ചുരുളികളായിരിക്കും, അലങ്കൃതമാക്കപ്പെട്ടതായിരിക്കും. നല്ല കാർപ്പറ്റ്, നല്ല AC, ഫുൾ സെറ്റപ്പ്. പള്ളികളിൽ തോന്നി മൂത്രപരകൊന്നും എപ്പോഴാ തോന്നില്ല. ഫുൾ സെറ്റപ്പ്. വഹിയ ഖറാബു മിനൽ ഹുദാ, വഹിയ ഖറാബു മിനൽ ഹുദാ. ഹിദായത്തിൽ ആ മസ്ജിദുകൾ ഖറാബായിരിക്കും. എവിടുക്കാ പോയത് കാലം? മസ്ജിദുകൾ വീരാനായി. പള്ളി തുറക്കാത്തതിൽ ആർക്കും പ്രശ്നമില്ല. പള്ളി തുറക്കാത്തതിൽ ആർക്കും പ്രശ്നമില്ല. കച്ചവട സ്ഥാപനങ്ങൾ ഉഷാറാണ്, എല്ലാം ഉഷാറാണ്. മസ്ജിദ് ഖാലിയാണ്. എപ്പോഴും വരണമെന്ന് ചോദിക്കണം. പള്ളി തുറന്നിടാൻ പള്ളിക്കാർക്ക് പേടി. ബാക്കിയല്ല, ഓന്റെ വീട് തുറന്നിട്ടുണ്ട്, ഓന്റെ സൂപ്പർ മാർക്കറ്റ് തുറന്നിട്ടുണ്ട്, ഓന്റെ എല്ലാം തുറന്നിട്ടുണ്ട്. പള്ളി മാത്രം എന്തിനാണ് പിടിച്ചു വെക്കുന്നത്? അവന്റെ തറവാട് തൊത്താണ് പള്ളി. മുസ്ലിമീങ്ങൾ അള്ളാഹ്ക്ക് വേണ്ടി വഖഫ് ചെയ്ത പള്ളിയല്ലേ? ഇവിടെ നിസ്കരിക്കാൻ പറ്റില്ല എന്ന് പറയാൻ ആരാണല്ലോ? ഇവിടെ അള്ളാഹുന്റെ പള്ളി നിസ്കരിക്കാൻ പറ്റില്ല എന്ന് പറയാനുള്ള നാവ് എവിടുത്തെ നാവാണ്? വമൻ അസ്ലമു മിമ്മൻ മനാഅ മസാജിദല്ലാഹ്, വമൻ അസ്ലമു മിമ്മൻ മനാഅ മസാജിദല്ലാഹ്. അല്ലാഹു ഖുർആനിൽ പറയാണ്. ഞാൻ ഈ ആയത്ത് കേൾക്കും വിചാരിക്കും ഇതൊക്കെ എന്താ ഉണ്ടാവുക? ഇപ്പൊ ഉണ്ടായില്ലേ? വമൻ അസ്ലം അറബി ഗ്രാമർ എന്ന ആൾക്കാർക്കറിയാം. ഒരു ആയത്ത് അതിന്റെ ഏറ്റവും വലിയ അറ്റത്ത് പറയാം വമൻ അസ്ലം. ഇവനേക്കാൾ വലിയ അക്രമി ആരാണുണ്ടെന്ന് ചോദിച്ചാൽ അള്ളാഹ് അറിയാൻ വേണ്ടി ചോദിക്കല്ല. ഇവനേക്കാളും വലിയ അക്രമി വേറെ ആരും ഇല്ല എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് വമൻ അസ്ലം മിമ്മൻ മനാഅ മസാജിദല്ലാഹ്. അള്ളാഹുവിന്റെ പള്ളിയിൽ നിന്ന് ആളുകളെ തടയുന്നത് അള്ളാഹുവിന്റെ നാമം ആ പള്ളിയിൽ പറയപ്പെടുന്നതിനെ തടയുന്നവരെക്കാൾ വലിയ അക്രമി ആരാണുള്ളത്? അക്രമികൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ തൗബ ചെയ്തോളി. അള്ളാഹുന്റെ പള്ളി കയറാൻ പറ്റില്ലെന്ന് ആര് പറഞ്ഞു? അതുകൊണ്ട് ബാക്കിയെല്ലാം കയറാം. ഇതിന്റെ കാര്യത്തിലൊന്നും ആർക്കും വേണ്ടാറില്ല. ഇതിന്റെ കാര്യത്തിൽ വീട് കൂടാൻ തരം കയറുന്നവർ ഉറക്കം വിചാരിച്ചാൽ നടക്കും കാര്യം. ഒരു ആർക്കും വേണ്ടാറില്ല. അതൊക്കെ അങ്ങനെ നിൽക്കട്ടെ. എന്നിട്ട് ഇങ്ങനെ നടക്കാം.
മനസ്സും വെച്ചു. സാധാരണമാരെ ദുനിയാവിൽ എങ്ങനെയൊക്കെ മുസ്ലിം ഇസ്ലാമിന്റെ അഡ്രസ്സിലൊക്കെ കഴിഞ്ഞു പോകാം, ആഖിറത്തിലെത്തിയ അതിലേക്ക് അവസ്ഥ നിങ്ങൾ തന്നെ ആലോചിച്ചോളി. ഇത് തോപക്കേണ്ട സമയം. ഞാൻ നിങ്ങൾ ആക്ഷേപിക്കല്ല, കുറ്റപ്പെടുത്തല്ല, സംഭവിച്ചിട്ടുണ്ടെങ്കിൽ തോബയിലേക്ക്, കുറച്ച് തോബ. അതുകൊണ്ട് ദീൻ അതിന്റെ ഹഖീഖത്തോടു കൂടി, അതിന്റെ യാഥാർത്ഥ്യത്തോടു കൂടി മനസ്സിലാക്കി മസ്ജിദുകൾ സജീവമാവണം. അള്ളാഹുവിന്റെ സഹായം വരുന്നത് മസ്ജിദിലാണ്. അതുകൊണ്ട് മസ്ജിദുകൾ സജീവമാവണം. അതിനുള്ള പണിയെടുക്കി. പള്ളിയിൽ നിസ്കാരത്തിന് സുബീലത്തപ്പോൾ ആള് കുറയുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം ഈ നാട്ടിൽ 900 ആൾക്കാർ ജുമാക്കുണ്ടെങ്കിൽ 25 ആളെ ഉണ്ടെങ്കിൽ ബാക്കിയുള്ളവരുടെ കാര്യത്തിൽ എന്താണ് നിങ്ങൾ ആലോചിച്ചിട്ട് നബിതന്റെ ധാരണങ്ങളുടെ വാക്കനുസരിച്ച് നിഫാഖ്. നമ്മൾ ബേജാറാവണം. അതുകൊണ്ട് ഒരാളെ നിഫാഖ് വിട്ടുകൊടുക്കരുത്. എല്ലാവരും പോയി വീട്ടിൽ പോയിട്ട് വിളിച്ചോട്ടി കൊണ്ടുവരണം. ഒരു മക്കളുടെ ബാധ്യത തന്നെയാണ്, പള്ളി കമ്മിറ്റിക്കാരുടെ ബാധ്യത തന്നെ. നാട്ടിൽ സാമൂഹിക സാംസ്കാരിക സംഘടനകളിൽ പണിയെടുക്കുന്നവർ, മലപ്പുറം ജില്ലാതെ വേറെ ജില്ലമായിരുന്നില്ലല്ലോ, ഒക്കെ നമ്മളെന്നല്ലേ. എന്തുകൊണ്ട് നിങ്ങൾക്ക് പണിയെടുത്തൂടാ? നമ്മൾ ബേജാറാവുകയാണ്. നമ്മൾ അങ്ങനത്തെ പണിയെടുത്ത് അങ്ങനായി പോകുന്നത്. നമ്മളെങ്ങനെയെങ്കിലും ഇസ്ലാമിന്റെ തീവ്രവാദികളോ അല്ലെങ്കിൽ ഇസ്ലാമിന്റെ അഗർവാദികളൊക്കെ ആണെങ്കിൽ ചിത്രീകരിച്ചോ. ആരെ പഠിച്ചിട്ട സഹോദര, ഭൂമിയിൽ അല്ലാഹുവിന്റെയും അവന്റെ റസൂലിന്റെയും ദീനിനെ ഒളിപ്പിച്ചിട്ട് ഏതെങ്കിലും ഒട്ടകപ്പക്ഷി നയവുമായി ഭൂമിയിൽ ജീവിച്ച് കബറിൽ കിടക്കൂ. ഒട്ടകപ്പക്ഷി നയം തല കണ്ടു കൂട്ടിയിട്ട് എങ്ങനെയൊക്കെ ജീവിക്കാൻ വിചാരിച്ച് ഞാനൊന്നും കണ്ടിട്ടില്ല. ഇല്ല, നാളെ റബ്ബിന്റെ അടുക്കൽ മറുപടി പറയേണ്ടി വരും. മറ്റ് കഴിവും സലാഹിയത്തും യോഗ്യതകളും സംസാര വൈഭവവും നേതൃപാടവും ഒക്കെ ഞാൻ തന്നിരുന്നല്ലോ. എന്തിനുപയോഗിച്ചു? കുല്ലുക്കും റാഇൻ വകുല്ലുക്കും മസ്ഊലുൻ അൻ റഅയത്തി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ എല്ലാവരും ഉത്തരവാദികളാണ്. നിങ്ങൾ ഓരോരുത്തരോടും അവരവരുടെ കീഴിലുള്ളവരെ കുറിച്ച് ചോദ്യം ചെയ്യപ്പെടും. വൽ ഇമാമു റാഇൻ, ഇമാം ആ മസ്ജിദിന്റെ മഹല്ലിന്റെ അല്ലെങ്കിൽ ഭരണാധികാരി അതിന്റെ ഉത്തരവാദിയാണ്. വൽ മർഅത്തു റാഇയത്തുൻ ഫീ ബൈതി സൗജിഹാ, ഒരു സ്ത്രീ അവളുടെ ഭർത്താവിന്റെ വീട്ടിലെ അധികാരിയാണ്. അവളോട് ആ ഭർത്താവിന്റെ വീടിനെ കുറിച്ച് ചോദിക്കും എന്ന് വരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. വീട്ടുകാരിയോട് വീടിനെ പറ്റി ചോദിച്ചെങ്കിൽ പഞ്ചായത്തുകാരോട് പഞ്ചായത്തിനെ പറ്റി ചോദിക്കും, ബ്ലോക്കുകാരോട് ബ്ലോക്കിനെ പറ്റി ചോദിക്കും, ജില്ലാ പഞ്ചായത്തുകാരോട് ജില്ലാ പഞ്ചായത്തിനെ കുറിച്ച് ചോദിക്കും. ഈ അള്ളാന്റെ ദീൻ എന്തെടുത്തു? മുഅ്മിൻ ഭൂമിയിൽ അള്ളാഹുവിന്റെ ദീൻ സംസ്ഥാപിക്കാൻ വേണ്ടി വന്നതാണ്. സഹാബാക്കളെ കുറിച്ച് ഉലമാക്കൾ എഴുതുന്നത്, ഇഖ്താറഹുമുല്ലാഹു ലിസ്വഹ്ബത്തി നബിയിഹി വലിഇഖാമത്തി ദീനിഹി. സഹാബാക്കളെ അല്ലാഹു അവന്റെ നബിയുടെ സഹവാസത്തിന് വേണ്ടി തെരഞ്ഞെടുത്തു. വലിഇഖാമത്തി ദീനിഹി, അവന്റെ ദീനിന്റെ സംസ്ഥാപനത്തിന് വേണ്ടി തെരഞ്ഞെടുത്തു. ദീൻ ഭൂമിയിൽ നിലനിർത്തുന്ന പണി ഇന്ത്യകൾക്കാണ്. ഒന്നുകിൽ ആ വഴിയിൽ അധ്വാനിച്ചുകൊണ്ടേയിരിക്കുക, അല്ലെങ്കിൽ ആ വഴിയിൽ മരിച്ചു. അതുകൊണ്ട് ദീനിന്റെ കാര്യം ശ്രദ്ധിക്കും. ഗലികളും വീടുകളും കമ്പോളങ്ങളും ഇടവഴികളും എല്ലാ വീടും എല്ലാ വ്യക്തികളിൽ അല്ലാഹുവിന് വേണ്ടി കാണും. ഇൻഷാഅല്ലാഹ് നന്മക്ക് വേണ്ടി പണിയെടുക്കും, മസ്ജിദിന് വേണ്ടി പണിയെടുക്കും. മസ്ജിദുകൾ തുറക്കപ്പെടട്ടെ, മസ്ജിദുകളിൽ ഇബാദത്തുകൾ ഉണ്ടാവട്ടെ. ഇന്ന് ഖുർആൻ ഓതാൻ ചില പണി ഖുർആനിൽ വെച്ചിട്ടില്ല, ബാക്കിയെല്ലാം നടക്കട്ടെ. പൈസയാണ് ഏറ്റവും വലിയ കൊറോണന്റെ സാധനം. അതാരും ഇല്ല. അള്ളാഹു കണ്ടായി അത് മറ്റോ തൊട്ടുണ്ടാവും, വരും തൊട്ടുണ്ടാവും. പൈസ നെഞ്ഞെടുക്ക വെക്കണേ. എന്നിട്ട് ഖുർആൻ എടുക്കുന്നതിന് പേടി. ഏതോ ഇസ്ലാമിന്റെ ദുരുദ്ദേശപരമായ ചിന്തകളാണോ ഖുർആനൊന്നും തുടങ്ങാന്ന് പറഞ്ഞത് എനിക്ക് മനസ്സിലാവില്ല. നോട്ട് തുടങ്ങാൻ ഉത്തരാരും പറഞ്ഞില്ല. ATM കാർഡ് അപ്പൊ കുത്തിനോട്ടുണ്ടോ, എല്ലാവരും കുത്തിനോട്ടുണ്ടോ ഉടനെ. അല്ലാണ്ട് ഓരോരുത്തർക്കാണ് ട്രാൻസാക്ഷൻ അടിച്ചിട്ട് ഒരു കാർഡ് ഇട്ട് അതിനടുത്ത് ട്രാൻസാക്ഷൻ ഇതങ്ങനെ അങ്ങനെ ഉണ്ടോ? ഒരു തുല്ല. ATM കാർഡ് സജീവമാണ്, നോട്ട് സജീവമാണ്. നോട്ട് 200-500 ആട്ടൊക്കെ കൊടുക്കണ്ടേ? അതിൽ ഖുർആൻ തുടങ്ങുന്നതിൽ പേച്ചാണ്. ആരെങ്കിലും പഠിപ്പിച്ചത്? അള്ളാഹുവിന്റെ കലാം ഇങ്ങനെ ഉണ്ടാവും. നോട്ട് തൊട്ടാൽ കൊറോണ ഉണ്ടാവില്ലെങ്കിൽ ഖുർആൻ തൊട്ടാലും കൊറോണ ഉണ്ടാവില്ല. നോട്ട് തൊട്ടാൽ കൊറോണ ഉണ്ടെങ്കിൽ ഖുർആൻ തൊട്ടാൽ കൊറോണ ഉണ്ട് എന്നാൽ അംഗീകരിച്ചു കൊടുക്കാം. ആരോ എന്തൊക്കെയാണ്. അതുകൊണ്ട് ഉണരി, ചിന്തിക്കും. എന്താണ് ഈ ഐത്തം മസ്ജിദിന്റെ നേരാവുന്ന കൊറോണ വിതരണം ചെയ്യുന്നത്? മുസ്ലിമീങ്ങളെ വാക്കട്ടെ, അതൊന്നും പള്ളിയാണ് ഇതിന്റെ സെന്ററിൽ. നഊദുബില്ല, അല്ലാഹ് കാക്കട്ടെ. അതുകൊണ്ട് ഹിമ്മത്തോട് കൂടി വരും. നാട്ടിന്റെ നിയമങ്ങൾ പാലിക്കണം. പാലിക്കണ്ടെന്ന് ഞാൻ പറയുന്നില്ല, നാട്ടിന്റെ നിയമങ്ങൾ പാലിക്കണം. ഇരട്ടത്താപ്പ് നയണ്ടാവുന്നത് മാത്രമേ. ബൈക്കിന്റെ മുകളിൽ 3 ആളുകാർ വരിക, എന്നിട്ട് പള്ളി വന്നിട്ട് ഒരു മൂവി 2 പിശാചി, പിന്നെ ഒരു മൂവി, പിന്നെ 2 പിശാചി, പിന്നെ ഒരു മൂവി. അങ്ങനെ
അഫലായ തദബ്ബറും ചെങ്ങനരെ തലച്ചോറിന്റെ വീട്ടിൽ ഖുർആൻ ഏറ്റവും കൂടുതൽ ചോദിക്കുന്ന ചോദ്യമാണ്. അങ്ങനെ നോക്കിയല്ല നമ്മൾ. അതുകൊണ്ട് ഹിമ്മത്തോട് കൂടി വരും. ഹർഗർ ഹർഫർ, എല്ലാ വീടും എല്ലാ വ്യക്തികളും കാണണം. ആർക്ക് വേണ്ടി? അള്ളാഹിലേക്ക് വിളിക്കാൻ വേണ്ടി. എന്നും നിലനിൽക്കുന്നവനായ സംരക്ഷകനും പരിപാലകനുമായ അള്ളാഹ്ക്ക് വേണ്ടി വിളിക്കണം. വിളിക്കൂല അള്ളാഹ് മകാമൻ ചെയ്യാൻ സുബ്ഹാനല്ലാഹ്.